അതിൽ തന്നെ പെർപെച്വൽ യൂത്ത് സർജറി എന്ന് പറയുന്ന ഒരു സർജറി ഉപയോഗിച്ച് മറ്റൊരാൾക്ക് ഒരിക്കലും മരിക്കാത്ത ഇമ്മോർട്ടൽ ആയിട്ട് മാറാൻ പറ്റും. പക്ഷേ അതിനൊരു പ്രശ്നമുണ്ട്. ആ സർജറി ചെയ്തു കഴിഞ്ഞാൽ ആ ഫ്രൂട്ട് യൂസ് ചെയ്യുന്ന ആൾ മരിച്ചു പോകും. ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ലോ ഡോഫ്ലംഗോയുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഇവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ലോയുടെ പാസ്റ്റിൽ എന്താണ് സംഭവിച്ചെന്ന് കാണിക്കുന്നത്. 16 വർഷങ്ങൾക്ക് മുമ്പ് നോർത്ത് ബ്ലൂവിലെ സ്പൈഡർ മൈൽസ് എന്ന ഒരു പോർട്ട് ടൗണിലായിരുന്നു ഡോഫ്ലംഗോയുടെയും അവന്റെ ഡോങ്കിഹോത്തെ ഫാമിലിയിലെ മെമ്പേഴ്സിന്റെയും താവളം. അവരുടെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് അവിടെ വെച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ദിവസം ആ ടൗണിലേക്ക് 10 വയസ്സുള്ള ലോ എനിക്കും ഡോങ്കിഹോത്തെ ഫാമിലിയിലെ ഒരു മെമ്പറായിട്ട് മാറണമെന്ന് പറഞ്ഞ് അവരുടെ അടുത്തേക്ക് വന്നു. അവൻ ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു അസുഖം കാരണം അവൻ വെറും 3 വർഷവും 2 മാസവും മാത്രമേ ജീവനോട് ഉണ്ടാവൂ. അത്രയും ദിവസം അവൻ ഡോങ്കിഹോത്തെ ഫാമിലിയുടെ കൂടെ ചേർന്ന് അവനെ കൊണ്ട് കൊല്ലാൻ പറ്റുന്ന അത്രയും ആൾക്കാരെ അവന് കൊല്ലണം. അതായിരുന്നു അവന്റെ ആഗ്രഹം. ഇതിനു വേണ്ടിയാണ് അവൻ ഡോങ്കിഹോത്തെ ഫാമിലിയിലേക്ക് തന്നെ ചേരാൻ വന്നത്. എന്തായാലും ഒരു ദിവസം മരിക്കും, അതുകൊണ്ട് മരണത്തെ അവന് ഒരു പേടിയില്ല. അവൻ എത്ര ആൾക്കാരെ വേണമെങ്കിലും കൊല്ലാൻ തയ്യാറാണ്. അപ്പൊ അവന്റെ അസുഖം എന്താണെന്ന് അറിയുന്ന ഡോങ്കിഹോത്തെ ഫാമിലിയിലെ മെമ്പേഴ്സ് മുഴുവൻ പേടിച്ച് വരണ്ടുപോയി. അവനുള്ള അസുഖത്തിന്റെ പേരാണ് വൈറ്റ് ബ്ലഡ് ഡിസീസ്. അവനെ ഇവിടുന്ന് ആരെങ്കിലും പിടിച്ചോണ്ട് പോ, ആ അസുഖം തൊട്ടാ പകരും എന്ന് പറഞ്ഞവര് പേടിച്ചു നിൽക്കുമ്പോ ഇങ്ങനെ മണ്ടത്തരം വിളിച്ചു പറയല്ലേ, അവന്റെ അസുഖം തൊട്ടാലൊന്നും പകരില്ല, അതൊരു പോയിസൺ കാരണം വരുന്നതാണ് എന്ന് ഡോഫ്ലമിംഗോ അവന്റെ രോഗത്തിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. പണ്ട് ഫ്ലേവാൻസ് എന്ന് പറയുന്ന ഒരു ഐലൻഡ് ഉണ്ടായിരുന്നു. അവിടെ ജീവിച്ചിരുന്നത് പണക്കാരായിട്ടുള്ള ആൾക്കാര്, സമ്പന്നരായ ആൾക്കാര്, കൂടാതെ എപ്പോഴും സന്തോഷവും സമൃദ്ധിയും മാത്രം നിറഞ്ഞു നിന്നിരുന്ന ഒരു ഐലൻഡ്. അവിടെ മുഴുവനും മഞ്ഞു മൂടിയതുപോലെയുള്ള വെള്ള നിറമാണ്. ആരും കണ്ടാ കൊതിച്ചു പോകുന്ന ഫെയറിലാൻഡ് പോലെയുള്ള ഒരു ഐലൻഡ്. അവിടെ എവിടെ നോക്കിയാലും സന്തോഷം മാത്രം. ആ സ്ഥലം അങ്ങനെ ആവാൻ കാരണം അവിടുത്തെ ഭൂമിക്കടിയിൽ വൈറ്റ് ബ്ലഡ് എന്ന് പറയുന്ന ഒരു പദാർത്ഥമുണ്ട്, ഒരു മെറ്റല്. അത് അവർ കുഴിച്ചെടുത്ത് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. പെയിന്റ്, വീട്ടുപകരണങ്ങൾ, കോസ്മെറ്റിക്സ് എന്ന് വേണ്ട വെപ്പൺസ് വരെ അവർ അതുകൊണ്ട് ഉണ്ടാക്കും. അങ്ങനെ അവിടുത്തെ മണ്ണിലെ വൈറ്റ് ബ്ലഡ് കാരണം ജനങ്ങൾ മുഴുവൻ സമ്പന്നരായിട്ട് മാറി. എല്ലാവർക്കും സന്തോഷവും സമാധാനവും മാത്രം. പക്ഷെ ആ സന്തോഷം അധികകാലം നീണ്ടു നിന്നില്ല. അവർ കുഴിച്ചെടുക്കുന്ന ആ വൈറ്റ് ബ്ലഡിന് ഒരു വലിയ പ്രശ്നമുണ്ട്. അത് മനുഷ്യന്മാർക്ക് ഒരു പോയിസൺ ആണ്. അത് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ആയുസ് കുറയും. ഈ പ്രശ്നം അവിടുത്തെ ജനങ്ങളുടെ കുട്ടികൾക്കും ഉണ്ടാവും. പക്ഷേ പാരന്റ്സിനേക്കാൾ കുട്ടികളുടെ ആയുസ് ഒന്നുകൂടെ കുറവായിരിക്കും. അതായത് ഈ വൈറ്റ് ബ്ലഡിൽ ഉണ്ടാകുന്ന പോയിസൺ കാരണം അവിടുത്തെ ജനങ്ങൾക്ക് ഓൾറെഡി ആയുസ് കുറവാണ്. ഇനി അവർക്കുണ്ടാവുന്ന കുട്ടികൾക്ക് അവരെക്കാൾ ആയുസ് കുറവായിരിക്കും. ഇതിങ്ങനെ തലമുറ കൂടി വരുന്തോറും പൂർവികരെക്കാൾ ന്യൂ ജനറേഷനിലെ ആൾക്കാരുടെ ലൈഫ് സ്പാൻ കുറയും. ഇതാണ് വൈറ്റ് ബ്ലഡ് ഉണ്ടാക്കുന്ന ആ പോയിസന്റെ പ്രശ്നം. ഈ വൈറ്റ് ബ്ലഡിൽ പോയിസൺ ഉള്ള കാര്യം വേൾഡ് ഗവൺമെന്റ് നേരത്തെ കണ്ടുപിടിച്ചിരുന്നു. പക്ഷേ വൈറ്റ് ബ്ലഡിലൂടെ ഉണ്ടാകുന്ന സമ്പത്ത് കാരണം, അതിലൂടെ ഉണ്ടാകുന്ന പണം മോഹിച്ച് വേൾഡ് ഗവൺമെന്റും ആ ഐലൻഡ് ഭരിച്ചുകൊണ്ടിരുന്ന രാജാവും ഈ കാര്യം ജനങ്ങളെ അറിയിച്ചില്ല. അത് അവർ സീക്രട്ട് ആയിട്ട് വെച്ചു. പക്ഷെ പതിയെ പതിയെ വൈറ്റ് ബ്ലഡ് ഡിസീസ് കാരണം അവിടുത്തെ ഒട്ടുമിക്ക എല്ലാ ജനങ്ങളും മരിച്ചു പോവാണ്. പലരും മരണത്തിന്റെ വക്കിലേക്ക് എത്തി. ആ കൂട്ടത്തിൽ ലോയുടെ അനിയത്തിയും ഏറെക്കുറെ മരിക്കാറായി. ലോയുടെ അച്ഛനും അമ്മയും അവിടുത്തെ വലിയ ഡോക്ടേഴ്സ് ആണ്. പക്ഷെ അവരെ കൊണ്ട് പോലും ഈ അസുഖത്തെ തടഞ്ഞു നിർത്താൻ കഴിയുന്നില്ല. തുടർന്ന് ഈ അസുഖം മറ്റുള്ളവർക്കും ബാധിക്കുമെന്ന് പേടിച്ച് ഫ്ലേവാൻസിന്റെ തൊട്ടടുത്തുള്ള രാജ്യങ്ങൾ മുഴുവൻ, ആ വൈറ്റ് ടൗണിലെ ജനങ്ങളെ മുഴുവൻ അടുത്തുള്ള രാജ്യത്തിലേക്ക് വരാൻ സമ്മതിച്ചില്ല. അവരെല്ലാവരും വൈറ്റ് ടൗണിലെ ജനങ്ങൾക്കെതിരെ ഒരു ക്വാറന്റൈൻ കൊണ്ടുവന്നു. അങ്ങനെ ഫ്ലേവാൻസിലെ അസുഖം ബാധിച്ച എല്ലാ ജനങ്ങളും അവിടെ തന്നെ ഒറ്റപ്പെട്ടു. അവർക്ക് സഹായം തേടി പുറത്തേക്ക് പോകാൻ പോലും കഴിയില്ല. ഫ്ലേവാൻസിലെ രാജാവും ഹയർ അതോറിറ്റീസിലെ ആൾക്കാരും വേൾഡ് ഗവൺമെന്റിന്റെ സഹായത്തോടെ നേരത്തെ തന്നെ അവിടുന്ന് രക്ഷപ്പെട്ടു. ശേഷം അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തേക്ക് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുന്ന ജനങ്ങളെ പുറത്തു നിൽക്കുന്ന ഗാർഡ്സ് ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. അങ്ങനെ അസുഖം കാരണം ഐലൻഡ് മുഴുവൻ പതിയെ പതിയെ മരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ ജനങ്ങൾ അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അവരെല്ലാവരും തൊട്ടടുത്തുള്ള രാജ്യങ്ങൾക്കെതിരെ യുദ്ധം ആരംഭിച്ചു. എന്നാൽ ആ യുദ്ധത്തിൽ മറ്റ് രാജ്യങ്ങൾ ചേർന്ന് ഫ്ലേവാൻസിലെ ജനങ്ങളെ മുഴുവൻ കൊന്നു. ഇങ്ങനെ യുദ്ധത്തിൽ എല്ലാവരും മരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലോ കുറച്ച് കുട്ടികളുടെ കൂടെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ നിൽക്കുകയാണ്. അതിനു മുമ്പ് അവൻ അവന്റെ അനിയത്തിയെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് വന്നു. എന്നിട്ട് അവൾക്കൊന്നും സംഭവിക്കാതിരിക്കാൻ അവളെ ലോ ഒരു അലമാരയിൽ പൂട്ടിവെച്ചു. ശേഷം അവൻ പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ കാണുന്നത് മരിച്ച് നിലത്ത് കിടക്കുന്ന അവന്റെ അച്ഛനെയും അമ്മയാണ്. അവരെ മാത്രമല്ല, അവിടെ നിന്ന് അവന്റെ കൂടെ രക്ഷപ്പെട്ടു പോകാൻ ശ്രമിച്ച ആ കുട്ടികളെ, അവനെ പഠിപ്പിച്ച അവന്റെ ടീച്ചറെ എല്ലാവരെയും ഷൂട്ട് ചെയ്ത് കൊന്നു. ഫ്ലേവാൻസിൽ ഇനി ലോ മാത്രം ജീവനോടെ ബാക്കിയുള്ളൂ. ഈ സംഭവങ്ങളെല്ലാം കണ്ട് ചങ്ക് തകർന്നു നിൽക്കുന്ന ലോ അവന്റെ അനിയത്തിയെങ്കിലും രക്ഷപ്പെടുത്താൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് വന്ന് നോക്കുമ്പോൾ അവർ ആ ഹോസ്പിറ്റൽ അടക്കം ആ ടൗണ് മുഴുവൻ കത്തിച്ചു. അവന്റെ സ്വന്തവും ബന്ധവുമായിരുന്ന എല്ലാവരും മരിച്ചുപോയി. അവൻ സന്തോഷത്തോടെ ജീവിച്ച അവന്റെ ഐലൻഡ് മുഴുവൻ കത്തിച്ചില്ലാതാക്കി ഫ്ലേവാൻസ്. ആ വൈറ്റ് ടൗൺ മുഴുവൻ കത്തി ഇല്ലാതായി. അന്ന് ആ സംഭവത്തിന് ശേഷം അവിടെ നിന്ന് രക്ഷപ്പെട്ട ഒരേ ഒരാൾ ലോ മാത്രമാണ്. ഒരു 10 വയസ്സുള്ള ചെറിയ കുട്ടി അവന്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു ദുരന്തം അനുഭവിച്ചത് കാരണം അവന്റെ മനസ്സ് അത്രയും കഠിനമായിട്ട് മാറി. അവന്റെ ഫാമിലി, അവൻ ഇഷ്ടപ്പെട്ട ആൾക്കാരും മരിച്ചതുപോലെ ബാക്കിയുള്ള എല്ലാവരും മരിക്കണമെന്ന് അവൻ ചിന്തിച്ചു. പ്രത്യേകിച്ച് മരിക്കാനും അവന് പേടിയില്ല. ഇതുകൊണ്ടൊക്കെ തന്നെ ഡോഫ്ലമിംഗോ അവന്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് അവനെ അവരുടെ ഡോങ്കിഹോത്തെ ഫാമിലിയിലേക്ക് ചേർത്തു. ലോയുടെ അസുഖം കാരണം അവൻ 3 വർഷത്തിൽ കൂടുതൽ ജീവിക്കില്ല. പക്ഷെ അവനെ രക്ഷിക്കാൻ മറ്റൊരു വഴിയുണ്ട്. അത് അവന്റെ അസുഖത്തെ മാറ്റിയെടുക്കാൻ പറ്റുന്ന മരുന്നോ കാര്യങ്ങളൊന്നുമല്ല. പകരം ആ അസുഖത്തെ ഭേദമാക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഡെവിൾ ഫ്രൂട്ട് അവൻ കഴിക്കണം. അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഡെവിൾ ഫ്രൂട്ട് യൂസറെ അവർ കണ്ടുപിടിക്കണം. ഇതിനൊക്കെ ലോയുടെ മുന്നിൽ 3 വർഷം സമയമുണ്ട്. ഇപ്പൊ അവൻ ഒരുപാട് ശക്തി ഇല്ലാത്തതുകൊണ്ട് മറ്റുള്ള മെമ്പേഴ്സ് അവർക്കറിയാവുന്ന സ്കില്ലും അവനെ ഫൈറ്റ് ചെയ്യാനും പഠിപ്പിക്കുന്നു. ആ സമയത്ത് ഡോങ്കിഹോത്തെ ഫാമിലിയിലെ ഡോഫ്ലംഗോയുടെ സ്വന്തം സഹോദരനുണ്ടായിരുന്നു. അവന്റെ പേരാണ് ഡോങ്കിഹോത്തെ റോസിനാൻഡെ. അവൻ ആ ഫാമിലിയിൽ മറ്റൊരു വിളിപ്പേരും കൂടെയുണ്ട്, കൊറസോൺ. അവന് സംസാരിക്കാൻ കഴിയില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ കുട്ടിക്കാലത്ത് സംഭവിച്ച ഒരു ദുരന്തം കാരണമാണ്. അതായത് അന്നത്തെ ആ ദുരന്തം, അതിന്റെ ആ ഷോക്ക് കാരണം അവന് സംസാരിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടു. കൂടാതെ കൊറസോണിന് കുട്ടികൾ ഇഷ്ടമല്ല. അവൻ ലോയെ എപ്പോ കണ്ടാലും തൂക്കിയെടുത്ത് പുറത്തേക്ക് എറിയും, അല്ലെങ്കിൽ അവനെ ഒരുപാട് ഉപദ്രവിക്കും.
അതുകൊണ്ട് ഒരു ദിവസം ലോ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ എന്റെ അച്ഛനും അമ്മയും ബാക്കിയുള്ള എല്ലാവരും മരിച്ചതുപോലെ ഇവനും മരിക്കണം എന്ന് പറഞ്ഞ് ലോ ഒരു കത്തിയെടുത്ത് കൊറസോൺ കാണാതെ അവന്റെ പുറകിലൂടെ വന്ന ആ കത്തി കൊണ്ട് അവനെ കുത്തി. അന്ന് കൊറസോണിന് ആഴത്തിലുള്ള ഒരു മുറിവ് പറ്റിയെന്നല്ലാതെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും സംഭവിക്കുന്നില്ല. പക്ഷെ ലോ അവനെ കുത്തിയ കാര്യം അവൻ അന്ന് ഡോഫ്ലമിങ്കോട് പറഞ്ഞില്ല. ഡോഫ്ലമിങ്കോ അവനോട് ഇത്രയും ആഴത്തിൽ എങ്ങനെ മുറിവായതെന്ന് ചോദിച്ചപ്പോ ഒരു ശത്രു അവനറിയാതെ അവനെ കുത്തിയതാണെന്നും ആ ശത്രുവിനെ അവൻ തന്നെ കൊന്നു കളഞ്ഞു എന്ന് കള്ളം പറഞ്ഞു. അതായത് ഒരു പേപ്പറിൽ എഴുതി കാണിച്ചു കൊടുത്തു. ഇതിനുശേഷം ഒരു ദിവസം ലോ ബേബി ഫൈവിനോടും ബഫലോയോടും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന്റെ ശരിക്കുള്ള പേര് ഇതല്ല. അവന്റെ ശരിക്കുള്ള പേരാണ് ട്രഫാൽഗർ ഡി വാട്ടർലോ. ഈ പേര് കുറച്ച് വലുതാണ്. അവന്റെ ഈ പേര് മുഴുവനായിട്ട് അവൻ ആരോടും പറയാറില്ല എന്നൊക്കെ ലോ അവർക്ക് രണ്ടുപേർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും രണ്ടെണ്ണത്തിനും കാര്യമായിട്ടും പ്രത്യേകിച്ചൊന്നും മനസ്സിലായില്ല. കാരണം അവർ കുട്ടികളല്ലേ, അവർക്ക് പ്രത്യേകിച്ചൊന്നും അറിയില്ല. പക്ഷെ ലോ പറഞ്ഞ അവന്റെ പേരിലെ ഡി എന്ന അക്ഷരം അവിടെ ഉണ്ടായിരുന്ന കൊറസോൺ കേട്ടു. പെട്ടെന്ന് കൊറസോൺ ലോയെ തൂക്കിയെടുത്ത് ആരും അധികം ഇല്ലാത്തൊരു ഭാഗത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അവിടെ വെച്ച് ഇത്രയും കാലമായിട്ട് സംസാരിക്കാതിരുന്ന കൊറസോൺ പെട്ടെന്ന് ലോയോട് സംസാരിക്കുന്നു. കൊറസോണിന്റെ ശബ്ദം കേട്ട ലോ ആവട്ടെ അത്ഭുതപ്പെട്ടു. എടോ, താൻ എന്ന് മുതലാടോ സംസാരിക്കാൻ തുടങ്ങിയേ? അപ്പൊ തനിക്ക് സംസാരിക്കാൻ അറിയാം. അതിനർത്ഥം ഇത്രയും കാലം താൻ തന്റെ സ്വന്തം ബ്രദറായിട്ടുള്ള ഡോഫ്ലംഗോയും അദ്ദേഹത്തിന്റെ ഫാമിലിയാണെന്ന് പറയപ്പെടുന്ന തന്റെ കൂട്ടുകാരെയും പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലേ? എനിക്ക് സംസാരിക്കാൻ കഴിയില്ല എന്ന് ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞു നടന്നിട്ടില്ല. പിന്നെ ഒന്നും മിണ്ടാതായപ്പോ നിങ്ങൾ അതങ്ങ് ഏറ്റെടുക്കുമായിരുന്നു. എനിക്ക് സംസാരിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ തന്നെയാണ് വിചാരിച്ചു കൂട്ടിയത്. അതിൽ എന്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല. ഇത് കേട്ട് ദേഷ്യം വരുന്ന ലോ ആവട്ടെ കൊറസോണിനോട് ഒച്ചയെടുത്ത് സംസാരിക്കുമ്പോൾ കൊറസോൺ ഉടനെ അവന്റെ പവർ ഉപയോഗിച്ച് അവര് നിൽക്കുന്ന ആ സ്ഥലം മുഴുവൻ സൈലന്റ് ആക്കി. അവര് നിൽക്കുന്ന ആ സ്ഥലത്ത് ഒരു പ്രത്യേക വാള് ക്രിയേറ്റ് ചെയ്തു. അവര് സംസാരിക്കുന്ന കാര്യം ആ വാള് വിട്ട് പുറത്തേക്ക് പോകുന്നില്ല. പുറത്ത് നടക്കുന്ന ശബ്ദം ആ വാളിന്റെ അകത്തേക്ക് വരുന്നില്ല. ഇതാണ് കൊറസോണിന്റെ ഡബിൾ ഫുഡ് പവർ, നാഗി നാഗി നോമി, അതായത് സൈലന്റ് ഫ്രൂട്ട്. ഈ ഡബിൾ ഫ്രൂട്ട് യൂസ് ചെയ്യുന്ന ആൾക്ക് കിട്ടുന്ന പവർ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ കണ്ടതുപോലെ ഒരു വലിയ വാൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ അകത്ത് നിന്ന് എത്ര ഉച്ചത്തിൽ സംസാരിച്ചാലോ ഇനി ഒരു ബോംബ് പൊട്ടിച്ചാൽ പോലും ആ ശബ്ദം പുറത്തേക്ക് കേൾക്കില്ല. അതുപോലെ പുറത്തുനിന്നുള്ള ശബ്ദം ഈ വാളിന്റെ അകത്തേക്കും വരില്ല. അതുകൂടാതെ ഈ ഡബിൾ ഫ്രൂട്ട് യൂസ് ചെയ്യുന്ന ആൾക്ക് എന്തിന്റെ ശബ്ദം വേണമെങ്കിലും ഇല്ലാതാക്കാൻ പറ്റും. അതിങ്ങനെ വാള് ക്രിയേറ്റ് ചെയ്യണ നിർബന്ധമില്ല. വേണമെങ്കിൽ മനുഷ്യന്റെയോ മൃഗത്തിന്റെയോ എന്തെങ്കിലും സാധനത്തിന്റെയോ സൗണ്ട് ഇല്ലാതാക്കാം. ഇതാണ് ഈ ഡബിൾ ഫ്രൂട്ടിന്റെ പവർ. അത്യാവശ്യം വലിയ പവർ ഒന്നും അല്ലെങ്കിലും കൊറസോൺ ഇതൊരു നല്ല പവറാണ്. കാരണം കൊറസോൺ ഒരു സീക്രട്ട് മിഷനിലുള്ള മറൈൻ സോൾജർ ആണ്. അതെങ്ങനെയാണ് കൊറസോൺ ഒരു മറൈൻ സോൾജർ ആയതെന്ന് വെച്ചാൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കൊറസോണിന്റെ 8ാമത്തെ വയസ്സിൽ അവനെ പെട്ടെന്നൊരു ദിവസം കാണാതായി. പിന്നീട് 14 വർഷം കഴിഞ്ഞിട്ടാണ്, അതായത് അവന്റെ 22ാമത്തെ വയസ്സിലാണ് അവൻ തിരിച്ചു വന്നത്. അവനെ കാണാതായ അത്രയും വർഷം അവൻ മറൈൻസിന്റെ കൂടെ ആയിരുന്നു. ആ 14 വർഷത്തിനിടെ അവനൊരു മറൈൻ സോൾജറായിട്ട് മാറി. ഡോഫ്ലംഗോ ചെയ്യുന്ന തെറ്റുകൾ തടയാൻ വേണ്ടി മറൈൻസിനെ ഡോഫ്ലംഗോയെ പിടിക്കാൻ സഹായിക്കാൻ വേണ്ടിയാണ് കൊറസോൺ ഒരു സീക്രട്ട് സോൾജറായിട്ട് തിരിച്ചു വന്നത്. അതായത് അവനിപ്പോ അവന്റെ സീക്രട്ട് മിഷനിലാണ്. സോ അവന്റെ ഈ ഡബിൾ ഫ്രൂട്ട് കാരണം അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരറിയാതെ രഹസ്യമായിട്ട് അവന് മറൈൻസിനെ അറിയിക്കാൻ പറ്റും. സ്വന്തം സഹോദരനെ പിടിക്കാൻ കൂട്ടു നിൽക്കുന്ന മറൈൻസിലെ ഒരു ചാരനാണ് കൊറസോൺ. അവനൊരു ഡബിൾ ഫ്രൂട്ട് യൂസർ ആണെന്നോ ഒരു മറൈൻ സോൾജർ ആണെന്നോ അവന് സംസാരിക്കാൻ കഴിയുമെന്നോ എന്നുള്ള ഒരു കാര്യവും ഡോഫ്ലംഗോയ്ക്ക് അവന്റെ ആൾക്കാർക്കും അറിയില്ല. കൊറസോൺ ഡോഫ്ലംഗോയെ പോലെയല്ല. ഒരു നാണയത്തൊട്ടിന്റെ 2 വശമാണ് കൊറസോണും ഡോഫ്ലംഗോയും. ഒരുത്തൻ ജനങ്ങളെ എന്ത് വില കൊടുത്തും രക്ഷിക്കുമെങ്കിൽ മറ്റൊരുത്തൻ ജനങ്ങളെ മൃഗീയമായിട്ട് കൊല്ലും. നിനക്ക് ഡോഫിയെ ശരിക്കും അറിയില്ല. അവന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് അവനെ അടുത്തറിയുന്ന കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അറിയൂ. നല്ല മനസ്സുള്ള ഒരു അച്ഛനും അമ്മയ്ക്കും ജനിച്ച ഒരു ചാത്തൻ. മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം അവൻ എന്താന്ന് പോലും അറിയില്ല. നീയോ അവനെ പോലെ ഒരു മൃഗമായിട്ട് മാറാൻ ഞാൻ സമ്മതിക്കില്ല. ഇല്ല, എനിക്ക് അയാളുടെ പോലെ തന്നെ ആവണം എന്ന് ലോ പറയുന്നത് കേട്ട് കൊറസോൺ അവനെ തിരുത്താൻ ശ്രമിക്കും. നിന്റെ പേരിന്റെ കൂടെയുള്ള സീക്രട്ടായ ഡി എന്ന അക്ഷരം, അതിന്റെ അർത്ഥം എന്താണെന്ന് നിനക്കറിയോ? നീയും ഡി ഫാമിലിയിലെ വംശത്തിൽ പെടുന്ന ഒരുവനാണ്. പേരിൽ ഡി എന്ന അക്ഷരമുള്ള ആൾക്കാര് നിന്നെ പോലെ ഇനിയുണ്ട്. അവരുടെ പ്രത്യേകത ലോകമെമ്പാടും അവരാരാണെന്ന് അറിയപ്പെടും. അവരെപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. പേരിൽ ഡി എന്ന അക്ഷരമുള്ള ആൾക്കാര് ഈ ലോകത്തിൽ മാറ്റം കൊണ്ടുവരിക തന്നെ ചെയ്യും. അപ്പൊ താൻ പറഞ്ഞു വരുന്നത് ഞാനൊരു മോൺസ്റ്റർ ആണെന്നാണോ? എടോ പരട്ടെ തന്നെ ഉണ്ടല്ലോ. അതിന് കൊറസോൺ ആവട്ടെ പറയാൻ പറ്റില്ല. ചിലപ്പോ നീയും അങ്ങനെ ആയിരിക്കാം. ഈ പേരിന്റെ പുറകിലുള്ള സത്യം എന്താണെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല. ചില സ്ഥലങ്ങളിൽ ഡി ഫാമിലിയിൽ പെടുന്ന ആൾക്കാരെ മറ്റൊരു പേരിലും അറിയപ്പെടാറുണ്ട്, ദൈവങ്ങളുടെ ശത്രുവാണെന്ന്. അതിലെ ദൈവത്തിന്റെ അർത്ഥം സെലസ്റ്റിയൽ ഡ്രാഗൺസ് എന്നാണ്. ചിലപ്പോ ഈ പേരുള്ള ആൾക്കാർക്ക് വേണ്ടത് ഈ ലോകത്തിന്റെ നാശമായിരിക്കും. പേരിൽ ഡി എന്ന അക്ഷരമുള്ള ആൾക്കാര് ദൈവങ്ങളുടെ എതിരാളികളാണ്. അവരുടെ ചിന്താഗതികളും ആശയങ്ങളും വേറെ ആയിരിക്കും. നിന്റെ പേരിന്റെ അർത്ഥം എന്താണെന്ന് ഡോഫി മനസ്സിലാക്കുകയാണെങ്കിൽ അവൻ ഉറപ്പായിട്ട് നിന്നെ ഇല്ലാതാക്കും. അതുകൊണ്ട് നിന്റെ മുഴുവൻ പേരും അവൻ അറിയാൻ പാടില്ല. ഇങ്ങനെ കൊറസോൺ അറിയാവുന്ന എല്ലാ കാര്യങ്ങളും അവൻ ലോയ്ക്ക് പറഞ്ഞു കൊടുത്തു. പക്ഷെ ഇത്രയൊക്കെ കേട്ടല്ലോ ഒന്നും വിശ്വസിച്ചില്ല. എനിക്ക് ഡോഫ്ലംഗോയുടെ കൂടെ ചേർന്ന് എല്ലാവരെയും കൊല്ലണം. പിന്നെ നിന്റെ കാര്യം, നീ കള്ളനാണെന്നുള്ള കാര്യം ഞാൻ ഡോഫ്ലംഗോയ്ക്ക് പറഞ്ഞു കൊടുക്കും എന്ന് പറഞ്ഞ് ലോ പെട്ടെന്ന് ഡോഫ്ലംഗോയുടെ അടുത്തേക്ക് ഓടി പോകുന്നു. അപ്പൊ കൊറസോൺ അവനെ പിടിച്ചു നിർത്താനും കഴിഞ്ഞില്ല. ഈ സമയം കൊണ്ട് എല്ലാ കാര്യങ്ങളും ഡോഫ്ലംഗോ അറിഞ്ഞിട്ടുണ്ടാവും എന്നൊരു ഭയത്തോടെ കൊറസോൺ ഡോഫ്ലംഗോയുടെ അടുത്തേക്ക് വരുമ്പോ ഡോഫ്ലംഗോ സത്യമൊന്നും അറിയാത്തതുപോലെയാണ് പെരുമാറുന്നത്. അവന് പ്രത്യേകിച്ച് ഭാവമാറ്റമൊന്നുമില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡോഫ്ലംഗോയ്ക്ക് ലോ ഒന്നും പറഞ്ഞു കൊടുത്തില്ല. ഇതിനു മുമ്പ് കൊറസോണിനെ ലോ കുത്തിയ കാര്യം അവൻ ഡോഫ്ലംഗോയ്ക്ക് പറഞ്ഞു കൊടുത്തില്ലല്ലോ. അതുകൊണ്ടാണ് ലോ ഡോഫ്ലംഗോയ്ക്ക് പ്രത്യേകിച്ചൊന്നും പറഞ്ഞു കൊടുക്കാതിരുന്നത്. പക്ഷേ എപ്പോ വേണമെങ്കിലും അവൻ പറഞ്ഞു കൊടുക്കാം എന്ന് പറഞ്ഞ് ലോ കൊറസോണിനെ ഭീഷണിപ്പെടുത്തി. എന്നാൽ കൊറസോൺ ആവട്ടെ ഒരു ദിവസം ഞാൻ ലോയെയും കൂട്ടിക്കൊണ്ട് പോവാണ് ഇവന്റെ അസുഖം മാറ്റാൻ വേണ്ടി എന്നൊരു കത്തും എഴുതി വെച്ച് ഒരു ചെറിയൊരു ബോട്ടില് അവൻ ലോയെ തൂക്കിയെടുത്ത് അവന്റെ അസുഖം മാറ്റാൻ വേണ്ടി കൊണ്ടുവന്നു. ലോയ്ക്കാണെങ്കിൽ കൊറസോണിന്റെ കൂടെ പോകാനേ ഇഷ്ടമല്ല. അവന്റെ ആഗ്രഹം മരിക്കുന്നത് വരെ അവന് ഡോഫ്ലംഗോയുടെ കൂടെ നിൽക്കണമെന്നാണ്. ഇങ്ങനെ ലോയുടെ അസുഖത്തെ ഭേദമാക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന
കൊറസോൺ അവൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും അവൻ ഇനി കുറച്ച് നാളത്തേക്ക് മിഷനിൽ ഉണ്ടാവില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഫ്ലീറ്റ് അഡ്മിറൽ സെങ്കോക്കുനെ വിളിച്ച് അറിയിക്കുന്നുണ്ട്. അവനൊരു നേവി സോൾജർ ആണെന്നുള്ള കാര്യം മറ്റുള്ള ആരും അറിയാതിരിക്കാൻ സെങ്കോക്കു അവന്റെ പ്രൊഫൈൽ രഹസ്യമായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇതുകൊണ്ടൊക്കെ തന്നെ ആർക്കും അവനൊരു നേവി സോൾജർ ആണെന്നുള്ള കാര്യം അറിയില്ല. കൊറസോൺ ഡോഫ്ലംഗോയുടെ കൂടെ നിന്ന് മറൈൻസിന്റെ കാര്യങ്ങൾ ചോർത്തി കൊടുക്കുന്നത് പോലെ ഡോഫ്ലംഗോയ്ക്ക് മറൈൻസിന്റെ കാര്യങ്ങൾ ചോർത്തി കൊടുക്കാൻ മറൈൻസിൽ അന്ന് ഡോഫ്ലംഗോയുടെ ചാരനായിട്ടുള്ള വെർഗോ ഉണ്ടായിരുന്നു. അവൻ അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഡോഫ്ലംഗോയ്ക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെയാണ് പല പ്രാവശ്യമായിട്ട് ഡോഫ്ലംഗോ രക്ഷപ്പെടുന്നത്. ലോയുടെ അസുഖം ഭേദമാക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന കൊറസോൺ ആദ്യം അവൻ അറിയുന്ന ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. പക്ഷെ ലോയുടെ അസുഖം വൈറ്റ് ബ്ലഡ് ഡിസീസ് ആണെന്ന് അറിയുന്ന അവരവിടെ ഇവനെ ചികിത്സിക്കാൻ ഇവിടെ മരുന്നൊന്നുമില്ല, അതുകൊണ്ട് ഈ വൃത്തികെട്ട ജന്തുവിനെയും വിളിച്ച് ഇവിടുന്ന് പോ എന്ന് അവന്റെ അസുഖം പകരുമെന്ന് പേടിച്ച് അവനോട് എത്രയും പെട്ടെന്ന് അവിടുന്ന് പോകാൻ പറയുന്നു. അത് കേട്ട ലോയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല. അവൻ കരഞ്ഞുകൊണ്ട് ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഓടി. അപ്പൊ കൊറസോൺ ആവട്ടെ, ഇത് ഈ ലോകത്തെ അവസാനത്തെ ഹോസ്പിറ്റലൊന്നും അല്ലല്ലോ, ഇവരെക്കാൾ നല്ല ഡോക്ടർമാരും നല്ല ഹോസ്പിറ്റലും ഉണ്ടാവും, നമുക്ക് അവിടേക്ക് പോവാം എന്ന് പറഞ്ഞ് കൊറസോൺ ലോയും കൊണ്ട് അടുത്ത ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അടുത്ത ഹോസ്പിറ്റലിലെ ആൾക്കാർ നല്ലവരായിരിക്കും, അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുമായിരിക്കും എന്നൊക്കെ വിചാരിച്ച് കൊറസോൺ അവിടേക്ക് പോയെങ്കിലും അവിടുത്തെ അവസ്ഥയും ഏറെക്കുറെ പഴയതുപോലെ ആയിരുന്നു. അവരോട് അവിടെ നിന്നും അവർ പോകാൻ പറഞ്ഞു. അങ്ങനെ കൊറസോൺ അടുത്ത ഹോസ്പിറ്റലിലേക്ക് പോയി. പക്ഷെ അവിടെ നിന്ന് അവരെ ആരും സഹായിച്ചില്ല. അങ്ങനെ കൊറസോൺ രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഓരോ ഹോസ്പിറ്റലായിട്ട് ലോയും കൊണ്ട് കയറി ഇറങ്ങാൻ തുടങ്ങി. പക്ഷെ ലോയെ കാണുന്ന എല്ലാവർക്കും പേടിയാണ്, അവന്റെ അസുഖം അവർക്ക് പകരുമെന്നുള്ള പേടി. ഇത് ഇങ്ങനെയൊക്കെ തന്നെ വരുള്ളൂ എന്ന് ലോയ്ക്ക് നേരത്തെ അറിയാം. പക്ഷെ കൊറസോണിന്റെ ഒറ്റ നിർബന്ധ കാരണമാണ് ലോ ഓരോ സ്ഥലത്തേക്കും പോകുന്നത്. അവനെ പിടിച്ചു വലിച്ച് കൊറസോൺ കൊണ്ടുപോകുന്നതാണ്. അവസാനം കൊറസോണിന് അറിയാവുന്ന എല്ലാ ഹോസ്പിറ്റലിലേക്ക് അവർ പോയി. പക്ഷെ അവിടെ നിന്നൊന്നും അവർക്ക് ഒന്നും കിട്ടിയില്ല. എല്ലാവരും അവരെ കൈയൊഴിഞ്ഞു. എല്ലാവർക്കും ലോയെ കാണുമ്പോൾ പേടിയാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന കൊറസോൺ രാത്രി ഉറങ്ങിക്കൊണ്ടിരുന്ന ലോയുടെ അടുത്ത് വന്ന് ചങ്ക് പൊട്ടി കരയുന്നു. ലോ, നിന്റെ കാര്യത്തിൽ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. എനിക്കറിയാം ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നിനക്ക് ഇഷ്ടമല്ലെന്ന്. ഇത്രയും ചെറിയ പ്രായത്തിൽ ഞാൻ വൈകാതെ തന്നെ മരിക്കും എന്ന് പറയുന്നതിൽ നിനക്ക് ഒരുപാട് സങ്കടമുണ്ടെന്ന് എനിക്കറിയാം. നീ എന്നെ കത്തി വെച്ച് കുത്തിയില്ലേ, അതെനിക്ക് ഒട്ടും വേദന എടുത്തില്ല. കാരണം എനിക്കറിയാം എന്നേക്കാൾ എത്രയോ മടങ്ങ് വേദനയിലാണ് നീയെന്ന്. എന്തൊരു കഷ്ടമാണല്ലോ നിന്റെ കാര്യം എന്നിങ്ങനെ പറഞ്ഞ് കൊറസോൺ കരയുമ്പോ അതൊക്കെ ലോ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ലോയ്ക്ക് കൊറസോൺ അവനെ സഹായിക്കാൻ ശ്രമിക്കുകയാണെന്ന് മനസ്സിലായി. തുടർന്ന് പതിയെ ലോയ്ക്ക് കൊറസോണിന്റെ മേലെ ഉണ്ടായിരുന്ന ദേഷ്യം മാറി. അവന് കൊറസോണിനെ ഇഷ്ടപ്പെട്ടു. കൊറസോൺ ലോയും കൊണ്ടുവന്നിട്ട് 6 മാസം കഴിഞ്ഞു. പക്ഷെ എന്നിട്ടും അവർക്ക് ലോയുടെ അസുഖം മാറ്റാനുള്ള ഒരു മരുന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അവന്റെ അസുഖം മാറ്റാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അവർക്കറിയില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഡോഫ്ലംഗോ കൊറസോണിനെ വിളിച്ചിട്ട് പറയും, നീ പോയിട്ട് ഇപ്പൊ 6 മാസം കഴിഞ്ഞില്ലേ, നിനക്ക് അവന്റെ അസുഖം മാറ്റാൻ സാധിച്ചില്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ട് നീ അവനെയും കൂട്ടി തിരിച്ചു വാ. അവന്റെ അസുഖം മാറ്റാനുള്ള ഒരു വഴി ഞാൻ കണ്ടുപിടിച്ചു. അതെന്താണെന്ന് വെച്ചാൽ ഓപ്പ് നോമി, ഒരു ഡെവിൾ ഫ്രൂട്ട്. അത് കുറച്ച് മണ്ടന്മാരായിട്ടുള്ള പൈററ്റ്സ് നേവിക്ക് മറിച്ച് വിൽക്കാൻ പോവാണെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞു. അതിന്റെ വില എത്രത്തോളം ഉണ്ടെന്ന് ആ മണ്ടന്മാർക്ക് അറിയില്ല. അത് മുതലാക്കാൻ വേണ്ടി നേവി കളിക്കുന്ന ഈ കളി അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ അവർക്ക് മുമ്പ് ആ ഫ്രൂട്ട് ഞാൻ എടുത്തിരിക്കും, എന്നിട്ട് അത് നീ കഴിക്കണം. ശേഷം അതിന്റെ പവർ ഉപയോഗിച്ച് നിനക്ക് ലോയുടെ അസുഖം മാറ്റാൻ പറ്റും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ നോക്ക് എന്ന് പറഞ്ഞ് ഡോഫ്ലംഗോ ആ കോള് കട്ട് ചെയ്തു. ശരിക്കും ഡോഫ്ലംഗോയ്ക്ക് കൊറസോൺ അവനെ ചതിക്കുകയാണെന്നുള്ള കാര്യം മനസ്സിലായി. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കൊറസോൺ ലോയും കൂട്ടി പോയതിനു ശേഷം ആ കഴിഞ്ഞ 6 മാസം അവരൊരു മറൈൻസും അറ്റാക്ക് ചെയ്തിട്ടില്ല. കൊറസോൺ ഡോഫ്ലംഗോയുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്തെല്ലാം ഏതെങ്കിലും ഒരു മറൈൻ അവരുടെ സ്ഥലം മനസ്സിലാക്കി അവരെ തേടി പിടിച്ച് അന്വേഷിച്ചു വരും, അവരെ മണത്ത് കണ്ടുപിടിക്കും. പക്ഷെ കൊറസോൺ പോയതിനു ശേഷം ഒരു നേവി ഓഫീസേഴ്സും അവരെ പിടിക്കാൻ വേണ്ടി വന്നില്ല. സോ ഈ ഒരു കാരണം കൊണ്ട് അവരുടെ കൂടെ നിന്ന് അവരെ ചതിക്കുന്നത് കൊറസോൺ ആണെന്ന് ഡോഫ്ലംഗോയ്ക്ക് മനസ്സിലായി. പക്ഷെ അവനെ വെറുതെ കൊല്ലുന്നതിനേക്കാളും നല്ലത് ആ ഡെവിൾ ഫ്രൂട്ട് അവനെ കൊണ്ട് കഴിപ്പിച്ച് ആ പവർ ഉപയോഗിച്ച് ഡോഫ്ലംഗോയ്ക്ക് ഒരിക്കലും മരിക്കാതിരിക്കാനുള്ള സർജറി ചെയ്ത് ഒരിക്കലും മരണമില്ലാത്ത ഒരാളായിട്ട് മാറാനാണ് ഡോഫ്ലംഗോയുടെ പ്ലാൻ. ആ സർജറിക്ക് ശേഷം അവൻ എന്തായാലും മരിച്ചു പോകും. അതുപോലെ ആ ഫ്രൂട്ടും ഈ ലോകത്ത് നിന്ന് ഇല്ലാതാവും. സോ അവനെ കൊല്ലുന്നതിനേക്കാളും നല്ലത് അവനെ ഉപയോഗിച്ച് ഒരിക്കലും മരണമില്ലാത്ത ശക്തി നേടുന്നതായിരിക്കും നല്ലതെന്ന് ഡോഫ്ലംഗോ വിചാരിച്ചു. പക്ഷേ ഡോഫ്ലംഗോയ്ക്ക് അറിയില്ലായിരുന്നു കൊറസോൺ ഓൾറെഡി ഒരു ഡെവിൾ ഫ്രൂട്ട് യൂസർ ആണെന്നുള്ള കാര്യം. ഡോഫ്ലംഗോ പറഞ്ഞു കൊടുത്ത ഫ്രൂട്ടിനെ പറ്റി കേട്ട കൊറസോൺ ആവട്ടെ ഒരുപാട് സന്തോഷമായി. കാരണം ആ ഫ്രൂട്ട് അവൻ ലോയെ കൊണ്ട് കഴിപ്പിക്കുകയാണെങ്കിൽ അവന്റെ അസുഖം അവനെ കൊണ്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. ആ ഫ്രൂട്ട് ബാക്കിയുള്ള ഫ്രൂട്ടുകളെ പോലെയല്ല. മറ്റുള്ള ഫ്രൂട്ടുകൾ ആരെങ്കിലും കഴിക്കുകയാണെങ്കിൽ അവർക്ക് അതിന്റെ പവർ പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റും, ഒരു മാജിക് പോലെ. പക്ഷേ ഓപ്പോപ്നോമിയുടെ പ്രത്യേകത അത് കഴിക്കുന്ന ആൾക്ക് സാധാരണ പോലെ എല്ലാ പവറും കിട്ടും. പക്ഷേ അത് കഴിക്കുന്നത് ഒരു ഡോക്ടർ ആണെങ്കിൽ അല്ലെങ്കിൽ മെഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അറിവുള്ള ഒരാളാണെങ്കിൽ പ്രത്യേകിച്ച് സർജറി ചെയ്യാൻ അറിയുമെങ്കിൽ അവർക്ക് ആ ഫ്രൂട്ടിന്റെ ഫുൾ പവർ യൂസ് ചെയ്യാൻ പറ്റും. ആ ഫ്രൂട്ട് പ്രത്യേകിച്ചും കഴിക്കുന്നത് ഡോക്ടേഴ്സ് ആണ്. അവരുടെ അറിവും ഈ ഫ്രൂട്ടിന്റെ പവറും യൂസ് ചെയ്ത് അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ലോയുടെ അച്ഛൻ ഫ്ലേവാൻസിലെ ഒരു പ്രശസ്ത ഡോക്ടർ ആയതുകൊണ്ട് ചെറുപ്പം മുതലേ അവന്റെ അച്ഛൻ അവൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിരുന്നു. അവന് സർജറിയെ പറ്റിയും മെഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയും എല്ലാം അറിവുണ്ട്. അപ്പോൾ ആ ഫ്രൂട്ട് ലോ കഴിക്കുന്നത് കൊണ്ട് അവൻ അതിന്റെ മുഴുവൻ പവറും യൂസ് ചെയ്യാൻ പറ്റും. നേവിയിലെ ആൾക്കാര് ആ ഫ്രൂട്ട് പൈററ്റ്സിന്റെ അടുത്ത് നിന്ന് വാങ്ങാൻ പോകുന്ന കാര്യം അതൊരു ടോപ്പ് സീക്രട്ട് ആയിട്ടുള്ള കാര്യമാണ്. മറ്റാർക്കും അത് അറിയില്ല. പക്ഷേ ഡോഫ്ലംഗോയുടെ ചാരൻ വെർഗോ മറൈൻസിലെ G5 ഉണ്ടായതുകൊണ്ട് അവൻ ആ കാര്യം ഡോഫ്ലംഗോയെ വിളിച്ചറിയിച്ചു. 3 ആഴ്ചയ്ക്ക് ശേഷം നോർത്ത് ബ്ലൂയിലെ റൂബെക് എന്ന് പറയുന്ന ഒരു ഐലൻഡിൽ വെച്ചാണ് ആ പൈററ്റ്സ് അവരുടെ കയ്യിലുള്ള ആ ഫ്രൂട്ട് നേവിക്ക് കൈമാറാൻ പോകുന്നത്. അതിനു മുമ്പ് ഡോഫ്ലംഗോ അവിടേക്ക് വന്ന് ആ ഫ്രൂട്ട് അവരുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റാനാണ് പ്ലാൻ. ഡോഫ്ലംഗോ ആ ഫ്രൂട്ട് അടിച്ചു മാറ്റാൻ പോകുന്ന കാര്യം കൊറസോൺ ഫ്ലീറ്റ് അഡ്മിറൽ സെങ്കോക്കുന് പറഞ്ഞു കൊടുത്തു. അവർ ആ ഫ്രൂട്ട് നേവിക്ക് കൈമാറാൻ പോകുന്നതിന്റെ 3 ദിവസം മുമ്പ് കൊറസോൺ ഡോഫ്ലംഗോയെയും അവന്റെ ഡോങ്കിഹോത്തെ ഫാമിലിയിലെ മുഴുവൻ ആൾക്കാരെയും റുബെക് ഐലൻഡിന്റെ തൊട്ടപ്പുറത്തുള്ള സൊള്ളോ ഐലൻഡിലേക്ക് വിളിച്ചു വരുത്തും.
രക്ഷപ്പെടുത്താം. അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ വെച്ച് ഡോഫ്ലംഗോയെ പിടിക്കാം എന്ന് പറഞ്ഞ് കൊറസോൺ ഫ്ലീറ്റ് അഡ്മിറൽ സെങ്കോക്കുനോട് പറഞ്ഞു. ആ ഫ്രൂട്ട് കൈവശം വെച്ചിരിക്കുന്ന പൈററ്റ്സ് സൊള്ളോ ഐലൻഡിന്റെ തൊട്ടപ്പുറത്തുള്ള മിനിയൻ ഐലൻഡ് എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. അവർ ആ ഫ്രൂട്ട് മറൈൻസിന് കൈമാറാൻ പോകുന്ന ഐലൻഡാണ് റുബെക് ഐലൻഡ്. ഈ കാര്യങ്ങളൊക്കെ സെങ്കോക്കുവിന്റെ അടുത്ത് അറിയുന്ന കൊറസോൺ ആവട്ടെ ഡോഫ്ലംഗോ ആ ഫ്രൂട്ട് എടുക്കുന്നതിന് മുമ്പ് അവൻ ആ ഫ്രൂട്ട് ആ പൈററ്റ്സിന്റെ കയ്യിൽ നിന്ന് എടുക്കാൻ തീരുമാനിച്ചു. ഇനിയും 3 ആഴ്ചയ്ക്ക് ശേഷമാണ് അവർ ആ ഫ്രൂട്ട് കൈമാറാൻ പോകുന്നത്. അവർ ആ ഫ്രൂട്ട് കൈമാറാൻ പോകുന്നതിന്റെ 3 ദിവസം മുമ്പ് കൊറസോൺ അവിടേക്ക് ചെന്ന് അവരുടെ കയ്യിൽ നിന്ന് ആ ഫ്രൂട്ട് എടുക്കണം. പക്ഷേ കൊറസോണും ലോയും അവിടേക്ക് എത്തുന്നതിന് മുമ്പ് ലോയുടെ അസുഖം കൂടി അവന്റെ ബോധം നഷ്ടപ്പെട്ടു. അവന്റെ അസുഖം കാരണം 3 വർഷം കഴിഞ്ഞിട്ടേ അവൻ മരിക്കൂ എന്നാണ് അവനും ബാക്കിയുള്ളവരും വിചാരിച്ചത്. പക്ഷെ അതിനു മുമ്പേ തന്നെ അവന്റെ അസുഖം കൂടി. ഇപ്പോഴവന്റെ അവസ്ഥ വളരെ മോശമാണ്. എന്നിരുന്നാൽ പോലും 3 ആഴ്ചത്തേക്ക് അവനോട് എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ കൊറസോൺ ആവശ്യപ്പെട്ടു. തുടർന്ന് കൊറസോൺ ആ ഫ്രൂട്ട് കൈമാറാൻ പോകുന്നതിന്റെ 3 ദിവസം മുമ്പ് മിനിയൻ ഐലൻഡിലേക്ക് എത്തി. അതിന്റെ തൊട്ടപ്പുറത്തുള്ള സൊള്ളോ ഐലൻഡിലെ അവിടേക്ക് വരാൻ പോകുന്ന ഡോഫ്ലംഗോയെ പിടിക്കാൻ മറൈൻസിന്റെ 2 വലിയ വാർഷിപ്പും ഉണ്ട്. മിനിയൻ ഐലൻഡിലേക്ക് എത്തിയ കൊറസോൺ ലോയെ സേഫ് ആയിട്ടുള്ള ഒരു ഭാഗത്ത് ആക്കിയതിനു ശേഷം അവൻ ആ ഫ്രൂട്ട് എടുക്കാൻ വേണ്ടി പോകുന്നു. ആദ്യം അവിടെയുള്ള പൈററ്റ്സിന്റെ മുഴുവൻ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി അവൻ അവന്റെ പവർ ഉപയോഗിച്ച് ആ പൈററ്റ്സിന്റെ സ്ഥലത്ത് ഒരു വലിയ സ്ഫോടനമുണ്ടാക്കി. അവിടെ മുഴുവൻ തീ ആളി പടർന്നിട്ടും സൗണ്ട് കേൾക്കുന്നില്ല. അങ്ങനെ എല്ലാ പൈററ്റ്സും പുറത്തേക്ക് വന്ന സമയത്ത് അവൻ ശബ്ദമില്ലാതെ അകത്തേക്ക് വന്ന് ബാക്കിയുണ്ടായിരുന്ന പൈററ്റ്സിനെ അടിച്ച് അവരുടെ കയ്യിലുണ്ടായിരുന്ന ആ ഫ്രൂട്ട് എടുത്ത് അവൻ എത്രയും പെട്ടെന്ന് ശബ്ദമില്ലാതെ തന്നെ പുറത്തേക്ക് ഇറങ്ങി ഓടി. അങ്ങനെ ഫ്രൂട്ടുമായിട്ട് ഓടി വരുന്ന കൊറസോൺ പെട്ടെന്ന് തെന്നി അടിച്ച് താഴെ വീണു. അങ്ങനെ ആ പൈററ്റ്സിലെ മുഴുവൻ ആൾക്കാരും അവനെ കണ്ടു. അങ്ങനെ അവർക്കിടയിൽ നടക്കുന്ന ഫൈറ്റില് കൊറസോണിന് ഒരുപാട് വെടിയേൽക്കുന്നുണ്ടെങ്കിലും അവൻ എങ്ങനെയൊക്കെയോ അവരെയൊക്കെ മറികടന്ന് ആ ഫ്രൂട്ടുമായിട്ട് ലോയുടെ അടുത്തേക്ക് എത്തി. എന്നിട്ട് അവനെ പിടിച്ചു വെച്ച് അവനെ കൊണ്ട് നിർബന്ധിച്ച് ആ ഫ്രൂട്ട് അവൻ കഴിപ്പിച്ചു. അങ്ങനെ ലോയ ഒരു ഡബിൾ ഫ്രൂട്ട് യൂസറായിട്ട് മാറി. ഇനി അവന്റെ അസുഖം വേണമെങ്കിൽ അവനെ കൊണ്ട് തന്നെ ചികിത്സിക്കാൻ പറ്റും. പക്ഷേ മറ്റുള്ള ഡബിൾ ഫ്രൂട്ട് യൂസേഴ്സിനെ പോലെ ഇതൊരു മാജിക് പോലെ വർക്കാവില്ല. അവന് സർജറി ചെയ്യാൻ അറിയെങ്കിൽ മാത്രമേ അത് വർക്കാവുള്ളൂ. അതായത് മറ്റു ഡബിൾ ഫ്രൂട്ട് യൂസേഴ്സിനെ പോലെ വെറുതെ മുമ്പിലേക്ക് കൈ നീട്ടുമ്പോൾ ഒരു മാജിക് പോലെ പുറത്തേക്ക് വരില്ല. പകരം അതിന് സർജറിയും മെഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും അറിയണം. അല്ലാത്ത പക്ഷം അത് യൂസ് ചെയ്യുന്ന ആൾക്ക് ആ ഡബിൾ ഫ്രൂട്ടിന്റെ മുഴുവൻ പവറും യൂസ് ചെയ്യാൻ കഴിയില്ല. കൊറസോൺ ലോയെ കൊണ്ട് ആ ഫ്രൂട്ട് കഴിപ്പിച്ചതിന് ശേഷം ഉടനെ തന്നെ അവശനായിട്ട് താഴെ വീണു. കാരണം ആ പൈററ്റ്സ് കൊറസോണിനെ ഒരുപാട് ഷൂട്ട് ചെയ്തു. ഈ ഒരു അവസ്ഥയിൽ ഇനി അവനെ രക്ഷപ്പെടുത്തണമെങ്കിൽ ആരെങ്കിലും അവിടേക്ക് വന്ന് അവന്റെ ശരീരത്തിൽ തറച്ച ബുള്ളറ്റ് മുഴുവൻ എടുത്തു മാറ്റി അവന് കൃത്യമായിട്ട് മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊടുക്കണം. പക്ഷെ അവനെ സഹായിക്കാൻ ഇപ്പൊ അവിടെ ആരുമില്ല. അതുകൊണ്ട് കൊറസോൺ മരിക്കുന്നതിന് മുമ്പ് അവസാനമായിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന സിലിണ്ടർ പോലുള്ള സാധനം അത് ലോയ്ക്ക് കൊടുത്തു. അതെന്താണെന്ന് വെച്ചാൽ അതൊരു ലെറ്റർ ആണ്. ഈസ്റ്റ് ബ്ലൂവിൽ ഡോഫ്ലംഗോ ചെയ്തു കൂട്ടിയ എല്ലാ ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസും അവൻ ചെയ്തു കൂട്ടിയ കുറ്റകൃത്യങ്ങളും അവൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും ഡ്രസ് റോസയെ അവൻ ടാർഗറ്റ് ചെയ്യുന്ന കാര്യങ്ങളും അവനെ കുറിച്ചുള്ള മുഴുവൻ സത്യങ്ങളും ആ ഒരു ലെറ്ററിലുണ്ട്. ആ ഒരു ലെറ്റർ നോർത്ത് ബ്ലൂവിന്റെ ഇരുണ്ട വശത്തെ ലോകത്തിന് മുമ്പിൽ തുറന്നു കാട്ടും. ആ ഒരു ലെറ്റർ എങ്ങനെയെങ്കിലും മറൈൻസിന്റെ കയ്യിൽ കിട്ടണം. ഇതിനു വേണ്ടിയാണ് കൊറസോൺ ആ ലെറ്റർ ലോയുടെ കയ്യിൽ കൊടുക്കുന്നത്. എന്നിട്ട് കൊറസോൺ അവനോട് ഇവിടെ അടുത്ത് തന്നെ മറൈൻസിന്റെ ഒരു വലിയ ബാറ്റിൽ ഷിപ്പ് ഉണ്ട്. അതിൽ ഒരുപാട് മറൈൻ സോൾജേഴ്സ് ഉണ്ടാവും. നീ ഈ ലെറ്റർ അവരുടെ അടുത്തേക്ക് എത്തിക്കണം. ഈ സിലിണ്ടർ കാണുമ്പോഴേ അവർക്കത് എന്താണെന്ന് മനസ്സിലായിക്കോളും. എന്നിട്ട് നീ അവരുടെ കൂടെ രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞ് കൊറസോൺ ലോയെ അവിടെ നിന്ന് പറഞ്ഞയച്ചു. അങ്ങനെ ലോ അവൻ കണ്ട ഒരു മറൈൻ സോൾജറിന്റെ കയ്യിൽ ആ സിലിണ്ടർ കൊടുത്തു. പക്ഷേ ആ സോൾജർ ഡോഫ്ലംഗോയുടെ ആളായിട്ടുള്ള വെർഗോ ആയിരുന്നു. അത്രയും നേവി സോൾജേഴ്സ് അവിടെ ഉണ്ടായിട്ടും ലോ അറിയാതെ അത് കൊണ്ടുപോയി കൊടുത്തത് വെർഗോയുടെ കയ്യിലാണ്. അവൻ ആ ലെറ്റർ വെർഗോയ്ക്ക് കൊടുത്തതിന് ശേഷം ഇത് എന്റെ കയ്യിൽ തന്നേൽപ്പിച്ച മനുഷ്യൻ ഇവിടെ അടുത്ത് തന്നെ മരിക്കാറായി കിടക്കുന്നുണ്ട്. നിങ്ങൾ ഒന്ന് വന്ന് അയാളെ സഹായിക്കുമോ എന്ന് പറഞ്ഞ് ലോ വെർഗോയെ കൊറസോൺ കിടക്കുന്ന ഭാഗത്തേക്ക് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. അപ്പൊ അവിടെ വെച്ച് കൊറസോണിനെ കാണുന്ന വെർഗോയ്ക്കാവട്ടെ അവൻ ഇത്രയും കാലം ഡോങ്കിഹോത്തെ ഫാമിലിയെ ചതിക്കായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലായി. ഈ കാര്യം മനസ്സിലാക്കുന്ന വെർഗോ കൊറസോണിനെയും ലോയെ അടിച്ച് താഴെയിട്ടു. എന്നിട്ട് അവരെ രണ്ടുപേരെയും പിടിച്ച കാര്യം അവൻ ഡോഫ്ലംഗോയെ വിളിച്ചറിയിച്ചു. അവിടേക്ക് വരുന്നതിന് മുമ്പ് അപകടം മണത്ത ഡോഫ്ലംഗോ കൊറസോൺ പറഞ്ഞ ഐലൻഡിലേക്ക് പോവാതെ ഒരുപാട് നേരം പുറത്ത് തന്നെ നോക്കിയിരുന്നു. അപ്പൊ അവനെ പിടിക്കാൻ കാത്തു നിൽക്കുന്ന നേവി വാർഷിപ്പ് അവൻ ദൂരത്ത് നിന്ന് കണ്ടു. അതുകൊണ്ട് ഡോഫ്ലംഗോ കൊറസോൺ പറഞ്ഞു കൊടുത്ത ഐലൻഡിലേക്ക് പോവാതെ പകരം കൊറസോൺ ഉള്ള ഐലൻഡിലേക്ക് വന്നു. അവിടെ വെച്ച് അവനെ തടയാൻ ശ്രമിക്കുന്ന എല്ലാ പൈററ്റ്സിനെയും അവൻ അടിച്ച് താഴെയിട്ടു. പക്ഷേ ഡോഫ്ലംഗോ വെർഗോയുടെ അടുത്തേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ വെർഗോ പിടിച്ചു വെച്ച കൊറസോൺ ലോയും അവിടെ നിന്ന് രക്ഷപ്പെട്ടു. എന്നാലും അവർ ഈ ഐലൻഡ് വിട്ട് പോയിട്ടില്ല. അവർക്ക് അത്രയും ദൂരം രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഡോഫ്ലംഗോ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവന്റെ പവർ ഉപയോഗിച്ച് അവിടെ നിന്ന് ആരും പുറത്തേക്ക് രക്ഷപ്പെട്ട് പോവാതിരിക്കാനുള്ള ആ ഒരു കേജ് ഉണ്ടാക്കി. ഇങ്ങനെ ആ ഒരു ഐലൻഡിന്റെ അകത്തുണ്ടായിരുന്ന എല്ലാവരും അതിന്റെ അകത്ത് കുടുങ്ങുന്നു. ഈ സമയത്ത് ലോയും കൊണ്ടൊരു ഭാഗത്ത് ഒളിച്ചിരിക്കുന്ന കൊറസോൺ ആവട്ടെ അവൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ലോ ഒരിക്കലും ഡോഫ്ലംഗോയുടെ കയ്യിൽ കിട്ടാൻ പാടില്ല. അവനെ മാത്രം എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടുത്തണം എന്നൊരു ചിന്ത മാത്രമാണ് കൊറസോണിന്. അതുകൊണ്ട് കൊറസോൺ ഒരു കാര്യം ചെയ്യുന്നു. ലോയെ മാത്രം ഒരു ട്രഷർ ബോക്സിന്റെ അകത്ത് അടച്ചു വെച്ചു. എന്നിട്ട് കൊറസോൺ സ്വമേധയാ അവനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഡോഫ്ലംഗോയുടെ ആൾക്കാർക്ക് പിടികൊടുത്തു. അപ്പോഴും ഡോഫ്ലംഗോയ്ക്ക് അറിയേണ്ടത് രണ്ട് കാര്യം മാത്രമാണ്. ഒന്ന് ലോ എവിടെയാണ്, 2 ആ ഡബിൾ ഫുഡ് നീ എന്ത് ചെയ്തു. അപ്പൊ കൊറസോൺ ആവട്ടെ നിന്റെ ഒരു പ്ലാനും നടക്കാൻ പോകുന്നില്ല. നിന്റെ എല്ലാ പ്ലാനും ഞാൻ ഇല്ലാതാക്കി. അതിനുവേണ്ടി ഞാൻ ചെയ്തത് ആ ഫ്രൂട്ട് ഞാൻ അവനെ കൊണ്ട് കഴിപ്പിച്ചു. എന്നിട്ട് അവനെ ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി. കൂടാതെ ഞാനൊരു മറൈൻ സോൾജറാണ്. ഇത്രയും കാലം ഞാൻ നിന്റെ കൂടെ നിന്നത് എന്റെ ഒരു മിഷനാണ് എന്നുള്ള കാര്യം ഡോഫ്ലംഗോട് കൊറസോൺ പറയുമ്പോൾ അതേ സമയത്ത് തന്നെ അവന്റെ ആൾക്കാർക്ക് പുറത്തുള്ള മറൈൻസ് ഏതോ ഒരു കുട്ടിയെ രക്ഷപ്പെടുത്തി എന്നുള്ളൊരു ന്യൂസ് കിട്ടി. പക്ഷെ അത് അവിടെ ഉണ്ടായിരുന്ന മറൈൻസിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയായിരുന്നു. ഡോഫ്ലംഗോയുടെ കേജിന്റെ അകത്ത് നിന്ന് ആ കുട്ടി എങ്ങനെയോ രക്ഷപ്പെട്ടു. അവനെയാണ് പുറത്തുള്ള മറൈൻസ് രക്ഷപ്പെടുത്തിയത്. പക്ഷേ ഈ ന്യൂസ് കേൾക്കുന്ന ഡോഫ്ലംഗോയും അവന്റെ കൂടെയുള്ള ആൾക്കാരും വിചാരിക്കുന്നത് അത് കൊറസോൺ രക്ഷപ്പെടുത്തിയ ലോ ആയിരിക്കുമെന്നാണ്. ഇവർ കൊറസോണിനെ പിടിച്ച് അടിച്ച് താഴെയിട്ട് അവനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന
കാര്യങ്ങളെല്ലാം കൊറസോൺ ചാരി ഇരിക്കുന്ന ട്രഷർ ബോക്സിന്റെ അകത്തുള്ള ലോ കേൾക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഡോഫ്ലമിംഗോയ്ക്ക് ആ ഫ്രൂട്ടും ലോയും നഷ്ടപ്പെട്ടു. ഇനി കൊറസോണിനെ വെച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. അനിയനാണെങ്കിൽ പോലും കൂടെ നിന്ന് അവനെ ചതിച്ച കൊറസോണിനെ അവൻ ഒരു മനസ്സലിവില്ലാതെ ലോയെ ഇട്ട് വെച്ച ആ പെട്ടിയുടെ മുമ്പിൽ വെച്ച് കൊറസോണിനെ പലതവണ ഷൂട്ട് ചെയ്തു. ശേഷം പുറത്തുള്ള മറൈൻസ് രക്ഷപ്പെടുത്തിയ പയ്യൻ ലോയാണെന്ന് വിചാരിച്ച് അവനും അവന്റെ ആൾക്കാരും എങ്ങനെയെങ്കിലും ലോയെ പിടിക്കാൻ വേണ്ടി പോകുന്നു. അവർ പോകുന്നതിന്റെ കൂട്ടത്തിൽ അവിടെയുള്ള എല്ലാ ട്രഷർ ബോക്സ് അവരെടുത്തു. കാരണം കൊറസോൺ അറിയായിരുന്നു അവരെല്ലാ ട്രഷർ ബോക്സും എടുത്ത് പുറത്തേക്ക് പോകുമെന്ന്. അങ്ങനെ ലോയ്ക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാലോ. ഇതിനു വേണ്ടിയാണ് കൊറസോൺ അവനെ ട്രഷർ ബോക്സിന്റെ അകത്ത് അടച്ചു വെച്ചേ. ഡോഫ്ലമിംഗോ കൊറസോണിനെ അത്രയും ഷൂട്ട് ചെയ്തെങ്കിലും അവൻ അപ്പോഴും മരിച്ചില്ല. കാരണം ലോ കരയുന്ന ശബ്ദം പുറത്തേക്ക് വരാതിരിക്കാൻ അവന്റെ പവർ ഉപയോഗിച്ച് അവൻ ലോയുടെ ശബ്ദം ഇല്ലാതാക്കി. പക്ഷെ അവൻ മരിക്കുമ്പോൾ അവന്റെ പവർ ഇല്ലാതാവും. അങ്ങനെ ലോ കരയുന്ന ശബ്ദം എല്ലാവരും കേൾക്കും. അതുകൊണ്ട് ഡോഫ്ലമിംഗോയും മറ്റുള്ളവരും അവിടെ നിന്ന് പോകുന്നത് വരെ അവൻ മരിക്കാതെ പിടിച്ചു നിൽക്കും. പുറത്തേക്ക് എത്തിയ ഡോഫ്ലമിംഗോയും അവന്റെ കൂടെയുള്ള ആൾക്കാരെയും കാണുന്ന മറൈൻസ് അവരെ പിടിക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ അറ്റാക്ക് ചെയ്യുന്നു. അതേ സമയത്ത് തന്നെയാണ് കൊറസോൺ മരിക്കുന്നത്. അപ്പൊ അവർ അറ്റാക്ക് ചെയ്യുന്ന ശബ്ദം കാരണം ആ ട്രഷർ ബോക്സ് വിട്ട് പുറത്തേക്ക് ഇറങ്ങി കരഞ്ഞുകൊണ്ട് നടന്നു വരുന്ന ലോയുടെ ശബ്ദം ആരും കേട്ടില്ല. അവന്റെ അസുഖം പകരുമെന്ന് പറഞ്ഞ് എല്ലാവരും അവനെ മാറ്റി നിർത്തി. അവനെ ഒരു വൃത്തികെട്ട ജന്തുവിനെ പോലെ എല്ലാവരും കണ്ടു. പക്ഷേ കൊറസോൺ മാത്രം അവന്റെ ജീവൻ കൊടുത്ത് ലോയെ രക്ഷപ്പെടുത്തി. അവനെ ജീവന് തുല്യം ഒരുപാട് സ്നേഹിച്ചു. ഇത്രയൊക്കെ അവന് വേണ്ടി ചെയ്ത കൊറസോണിന്റെ മരണം ലോയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ചങ്ക് പൊട്ടി ലോ പൊട്ടിക്കരയുമ്പോ അവിടെ നടക്കുന്ന ഫൈറ്റ് കാരണം കൊറസോൺ വിചാരിച്ചതുപോലെ തന്നെ അവന്റെ ശബ്ദം ആരും കേട്ടില്ല. അവനെ അവസാനം വരെ ആരും കണ്ടുപിടിച്ചില്ല. അങ്ങനെ അന്ന് കൊറസോണിന്റെ സഹായത്തോടെ രോഗം കാരണം മരിച്ചു പോകുന്നു വിചാരിച്ചിരുന്ന ലോ അവസാനം ഭാഗ്യവശാൽ രക്ഷപ്പെട്ടു. ഇതാണ് ലോയുടെ ആ ബാക്ക് സ്റ്റോറി. പിന്നെ മറ്റൊരു കാര്യം, അന്ന് മറൈൻസ് രക്ഷപ്പെടുത്തിയ പയ്യൻ ഡോഫ്ലമിംഗോ ലോയാണെന്ന് തെറ്റിദ്ധരിച്ച പയ്യൻ അത് മറ്റാരുമല്ല, അവനാണ് എക്സ് ഡ്രേക്ക് പൈററ്റ്സിന്റെ ക്യാപ്റ്റൻ. കൂടാതെ വേസ്റ്റ് ജനറേഷനിൽ ഒരു മെമ്പറും. ഇവനെ ഇനി നമുക്ക് വരും എപ്പിസോഡിൽ ആവശ്യമുണ്ട്, അതായത് വരുന്ന സാഗയിൽ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്. ഇപ്പൊ ഇവിടെ എല്ലാവരും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൂരത്ത് നിൽക്കുന്ന വിയോല, ഊസോപ്പ്, ഇങ്ങനെ എല്ലാവരും ഫൈറ്റ് അവസാനിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നു. എല്ലാം നോക്കിക്കാണുന്ന വിയോലയ്ക്കാവട്ടെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഫൈറ്റ് വൈകാതെ തന്നെ അവസാനിക്കുമെന്ന് മനസ്സിലായി. രണ്ടാമത്തെ ലെവലിൽ ഡോഫ്ലമിംഗോയുടെ 4 എക്സിക്യൂട്ടീവ്സ് ഉണ്ട്. മാച്ച് വൈസ്, ബേബി 5, ലാവോജി, ഡെലിഞ്ചർ. ഇവരുടെ 4 പേരുടെയും കൂടെ ഫൈറ്റ് ചെയ്യാൻ നമ്മുടെ ലൂഫിയെ സഹായിക്കാമെന്ന ആൾക്കാരും. അതിൽ ചിഞ്ചാവോ ഫാമിലിയിലെ സായിയുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നത് ബേബി 5 ആണ്. അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബേബി 5ന് സായി ഇഷ്ടപ്പെട്ടു. കാരണം ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് സായി അവളോട് ഞാൻ നിന്റെ ഹൃദയം ഷൂട്ട് ചെയ്ത് തകർക്കും, പിന്നെ അവനെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന അവളുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് നിന്റെ കൈ ഞാൻ ഒരിക്കലും വിടില്ല, അതുപോലെ അവളെക്കാൾ സ്പീഡിൽ മൂവ് ചെയ്തിട്ട് നിനക്ക് എന്റെ കൂടെ നിൽക്കാൻ പറ്റുമോ എന്നിങ്ങനെ ഫൈറ്റിന്റെ ഇടയിൽ സായി അവനറിയാതെ ഓരോ കാര്യങ്ങൾ അവളോട് പറഞ്ഞു. അത് കേട്ട ബേബി 5ന് എന്റെ ഹൃദയം അവന് ഇഷ്ടമുണ്ട്, എന്റെ കൈ എപ്പോഴും പിടിച്ചിരിക്കാൻ അവന് ഇഷ്ടമായിരിക്കും, എന്റെ കൂടെ നിൽക്കാൻ അവന് ഇഷ്ടമായിരിക്കും എന്നിങ്ങനെ സായി വിചാരിക്കാത്ത കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടി അവനെ അവൾക്ക് ഇഷ്ടപ്പെടുന്നു. പക്ഷെ ഇതൊന്നും സായി അറിഞ്ഞുകൊണ്ട് പറഞ്ഞതല്ല, അവർ രണ്ടുപേരും ശത്രുക്കളാണ്, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് സായി അവളോട് പറയുമ്പോൾ അവൻ അവളോട് എന്ത് പറഞ്ഞാലും അത് അവൾ അങ്ങോട്ട് അനുസരിക്കാമെന്ന് അവൾ അവനോട് തിരിച്ചു പറഞ്ഞു. അത് കേട്ട സായി എടുത്തടിച്ച് എന്നാ നീ ചാവ് എന്ന് പറഞ്ഞു. അത് കേട്ട ബേബി 5 അവിടെ അവളെ കൊണ്ട് അങ്ങനെയെങ്കിലും അവളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു ഉപകാരം ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞ് അവളുടെ പവർ ഉപയോഗിച്ച് ഒരു തോക്കുണ്ടാക്കി അവളെ തന്നെ ഷൂട്ട് ചെയ്യാൻ ഒരുങ്ങി. ബേബി 5ന്റെ ആഗ്രഹം അവളെ ആരെങ്കിലും സ്നേഹിക്കാൻ ഉണ്ടായാൽ മതി എന്നാണ്. അതായത് അവള് കാരണം ആർക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടായിക്കോട്ടെ, ഒരാൾക്കെങ്കിൽ ഒരാൾക്ക് അവളെ ആവശ്യമുണ്ടെന്ന് അവർ പറയണം, അത്രമാത്രം അവൾക്ക് മതി. ഇതിന് കാരണം അവളുടെ കഴിഞ്ഞ കാലമാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും തല്ലുണ്ടാക്കി കൊന്നു കളയുന്ന ആൾക്കാരുടെ കൂട്ടത്തിലാണ് ബേബി 5 ജനിച്ചത്. കൂട്ടത്തിൽ കഴിക്കാനുള്ള ഒരാളുടെ എണ്ണം കുറഞ്ഞാൽ അത്രയും ഫുഡ് ബാക്കിയുള്ള ആൾക്കാർക്ക് കഴിക്കാലോ. അതുകൊണ്ട് കുട്ടിയായിരുന്ന ബേബി 5 അവർക്കൊരു അധികപ്പറ്റാണ്. നിന്നെ കൊണ്ട് യാതൊരു ഉപകാരമില്ല, ആർക്കും നിന്നെ ആവശ്യമില്ല എന്ന് പറഞ്ഞ അവളുടെ സ്വന്തം അമ്മ അവളെ ഒരു കാട്ടിൽ ഉപേക്ഷിച്ചു. അന്നു മുതൽ അവളെ ആർക്കെങ്കിലും ഇഷ്ടമാണെന്നോ മറ്റുള്ളവർക്ക് അവളൊരു ഉപകാരമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ അവൾ അത് കേൾക്കാൻ ഒരുപാട് കൊതിച്ചു. പക്ഷെ അവളോട് ആർക്കും യഥാർത്ഥ സ്നേഹം ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും അവളെ ഉപയോഗിക്കാനായിരുന്നു ആഗ്രഹം. പക്ഷെ അത് മനസ്സിലാക്കിയ ഡോഫ്ലമിംഗോ അവരെ എല്ലാത്തിനെയും അടിച്ചോടിച്ചു. ശരിക്കും മനസ്സറിഞ്ഞ് അവളെ സ്നേഹിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ സായി അങ്ങനെ പറഞ്ഞപ്പോ അവൻ അവളെ ഇഷ്ടമാണ്, അവൻ അവളെ ആവശ്യമുണ്ട്, അവൻ ഒരു വിധേന ഉപകാരമാണ് എന്ന് ചിന്തിച്ചിട്ടാണ് ബേബി 5 അവളെ തന്നെ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അത് കാണുന്ന ചിഞ്ചാവോ അവളെ തടയണ്ട, അങ്ങനെയെങ്കിലും ഒരാൾ കുറഞ്ഞു കിട്ടട്ടെ എന്ന് സായിയോട് പറഞ്ഞു. പക്ഷെ സായി അത് കേൾക്കാൻ കൂട്ടാക്കിയില്ല. ഒരാളെ അങ്ങനെ തോൽപ്പിക്കാൻ അവൻ ആഗ്രഹമില്ല. അതുകൊണ്ട് സായി അവളെ പിടിച്ചു മാറ്റാൻ വേണ്ടി ഓടി വന്നു. ആ സമയത്ത് ലാവോജിക്കെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന ചിഞ്ചാവോ സായിയെ തടയാൻ വേണ്ടി അയാളുടെ തല കൊണ്ട് അവനെ അറ്റാക്ക് ചെയ്യുന്നു. തിരിച്ച് സായി ഹാക്കി യൂസ് ചെയ്ത് അവന്റെ കാലുകൊണ്ട് അയാളുടെ തലയ്ക്ക് അറ്റാക്ക് ചെയ്ത് അയാളുടെ തലയിലെ ആ കൂർത്ത ഭാഗം, ആ സ്ട്രോങ് ആയിട്ടുള്ള ഭാഗം അത് അവൻ ചവിട്ടി ഒടിച്ചു കളഞ്ഞു. ശേഷം സ്വന്തം തലയ്ക്ക് ഷൂട്ട് ചെയ്ത് മരിക്കാൻ നിൽക്കുന്ന ബേബി 5ന്റെ കരണത്തിനിട്ടൊരു അടി കൊടുത്തു. അവളും മരിക്കാതെ അവൻ തടഞ്ഞു നിർത്തി. അതുപോലെ തല ബെൻഡായ ചിഞ്ചാവോ എണീറ്റ് വന്ന് സായി, ഇത്രയും കാലത്തെ കഠിനമായ ട്രെയിനിങ്ങിന് ശേഷം അവസാനം നിന്റെ ശക്തി പുറത്തു വന്നു. ഇനി നിനക്ക് സ്വയം നമ്മുടെ ട്രഷർ ഒളിപ്പിച്ചു വെച്ച ഐസ് കട്ട തനിയെ അടിച്ചു പൊട്ടിക്കാൻ കഴിയും. എനിക്ക് നിന്നിൽ ഒരുപാട് അഭിമാനമുണ്ട് സായി. അതുപോലെ നിന്റെ ഈ പുതിയ അറ്റാക്കിന്റെ പേരാണ് ഡ്രിൽ ഡ്രാഗൺ നെയിൽ എന്നിങ്ങനെ ചിഞ്ചാവോ സായിയോട് പറഞ്ഞ് അവനെ കെട്ടിപ്പിടിക്കുമ്പോൾ പെട്ടെന്ന് അവരുടെ പുറകിൽ നിന്ന് ലാവോജി ഇത്രയും നേരം പുറത്തെടുക്കാത്ത അയാളുടെ പവർ പുറത്തെടുത്ത് അയാൾ ചിഞ്ചാവോയെ അറ്റാക്ക് ചെയ്ത് താഴെ ഇട്ടു. അതിൽ ദേഷ്യം വരുന്ന സായി അവിടെ ചിഞ്ചാവോയ്ക്ക് വേണ്ടി ലാവോജിയുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നു. ലാവോജി തന്റെ മുഴുവൻ പവറും യൂസ് ചെയ്തിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അയാൾക്ക് സായിയെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. സായി അങ്ങനെ അവസാനം അവന്റെ പുതിയ അറ്റാക്ക് യൂസ് ചെയ്ത് ലാവോജിയുടെ മൊട്ടത്തലക്കിട്ട് ചവിട്ടി അയാളെ നിലം ചേർത്ത് ഒട്ടിച്ചു. അങ്ങനെ ഒരേ സമയം രണ്ടുപേരെ സായി തോൽപ്പിച്ചു. അതിലൊരാൾ മാത്രം അവനെ ഇഷ്ടപ്പെട്ട് അവന്റെ കൂടെ ചേർന്നതാണ്. അതിന് സായിക്കും വലിയ കുഴപ്പമൊന്നുമില്ല, അവനും അവളെ ഇഷ്ടപ്പെടുന്നുണ്ട്. രണ്ടുപേർക്കും പരസ്പരം
ഇഷ്ടമായതുകൊണ്ട് ചിഞ്ചാവോയ്ക്കും വലിയ കുഴപ്പമില്ല. ഇതേ സമയത്ത് തന്നെയാണ് ഈ രണ്ടാമത്തെ ലെവലില് മാച്ച് വൈസിന്റെ കൂടെ ജയന്റ് ആയിട്ടുള്ള ഹജ്റുദ്ദീനും ഫൈറ്റ് ചെയ്യുന്നത്. മാച്ച് വൈസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവനൊരു ഡബിൾ ഫുഡ് യൂസറാണ്. അവന്റെ ബോഡി എത്ര വെയിറ്റിലേക്ക് വേണമെങ്കിലും അവന് കൂട്ടാൻ പറ്റും. തുടർന്ന് വെയിറ്റ് കൂട്ടി ശരീരം ഉപയോഗിച്ച് അവന്റെ എതിരാളികൾക്ക് നേരെ വീണാ പോരെ, അവർ തോറ്റുപോകുമല്ലോ. ഇത് തന്നെയാണ് മാച്ച് വൈസ് ഹജ്റുദ്ദീനെതിരെയും ചെയ്യുന്നത്. അവന് മാച്ച് വൈസിന്റെ കൂടെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അവർക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഫൈറ്റിലെ മാച്ച് വൈസ് അവന്റെ ശരീരത്തിന്റെ ഭാരം കൂട്ടി ഹജ്റുദ്ദീന്റെ ശരീരത്തിലേക്ക് വീണ് അവനെ താഴെ ഇട്ടു. എന്നിട്ടും മാച്ച് വൈസ് വീണ്ടും ഹജ്റുദ്ദീന്റെ കൈയും കാലും ഒടിക്കുന്നുണ്ട്. അങ്ങനെ ഹജ്റുദ്ദീൻ അവിടെ വെച്ച് തോറ്റു പോകുന്നു. പക്ഷേ നിലത്ത് വീണ് കിടക്കുന്ന ഹജ്റുദ്ദീൻ അവന്റെ മനസ്സിൽ ഒരു ടോയ് ആയിട്ട് മാറി അവന്റെ ജീവിതകാലം മുഴുവൻ അങ്ങനെ ഇരിക്കേണ്ട അവനെ എവിടുന്നോ വന്ന സ്ട്രോ ഹാറ്റ്സ് അവരിലെ ഗോഡ് ഊസൂപ്പ് രക്ഷപ്പെടുത്തി. അതുകൊണ്ട് അതിനുള്ള നന്ദിയെങ്കിലും കാണിക്കണ്ടേ, അവർക്ക് തിരിച്ച് എന്തെങ്കിലും ഒരു സഹായം ചെയ്യണ്ടേ എന്നിങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്ന ഹജ്റുദ്ദീൻ വീണ്ടും ഭാരം കൂട്ടി അവന്റെ ദേഹത്തേക്ക് വീഴാൻ പോകുന്ന മാച്ച് വൈസിനെ രണ്ടും കൽപ്പിച്ച് എണീറ്റ് നിന്ന ഒരു ഒറ്റ പഞ്ച്. ആ ഒരു പഞ്ചിൽ മാച്ച് വൈസിന്റെ ഭാരം കാരണം ഹജ്റുദ്ദീന്റെ കൈ ഒടിഞ്ഞു പോകുന്നുണ്ടെങ്കിലും അവൻ മാച്ച് വൈസിനെ അടിച്ച് തെറിപ്പിച്ചു. അങ്ങനെ ഐലൻഡിന് ചുറ്റുമുള്ള ഡോഫ്ലം കൂടെ സ്ട്രിങ്ങിൽ പോയി തട്ടി മാച്ച് വൈസ് തോറ്റ് താഴെ വീണു. അവസാനം ഹജ്റുദ്ദീൻ മാച്ച് വൈസിനെയും തോൽപ്പിച്ച് അവനും ബോധം കെട്ട് താഴെ വീണു. ഇനി ലെവൽ 2-ലുള്ള ബാർത്തലോമിയും കാവൻഡിഷും ഗ്ലാഡിയസിന്റെ കൂടെ ഗ്ലാഡിയസിനെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡോങ്കിയോത്തെ ഫാമിലിയിലെ ഡെലിഞ്ചർ, ആ ചെറിയ പയ്യൻ, അവന്റെ കൂടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഐഡിയോയെ തോൽപ്പിച്ചു. ശേഷം അവൻ ദൂരത്ത് നിന്ന് ഗ്ലാഡിയസിനെ നോക്കുമ്പോൾ കാണുന്നത് അവൻ ബാർത്തലോമിയുടെ അറ്റാക്ക് കാരണം പേടിച്ചോടി പോകുന്നതാണ്. ഹേ ഗ്ലാഡിയസ്, നീ എന്താ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നേ? നീ ഈ കുട്ടിക്കളി ഇതുവരെ അവസാനിപ്പിച്ചില്ലേ എന്ന് പറഞ്ഞ് ഡെലിഞ്ചർ ഗ്ലാഡിയസിന്റെ അടുത്തേക്ക് വന്നു. പക്ഷെ ഗ്ലാഡിയസ് എന്തിനെയോ പേടിച്ച്, ഡെലിഞ്ചർ നീ ഇവിടെ നിന്ന് പോയിക്കോ, ഇവിടെ സേഫ് അല്ല, ഇവിടെ നമ്മളെ തോൽപ്പിക്കാൻ പാകത്തിന് ഒരു ശത്രു ഉണ്ട്, അതുകൊണ്ട് നീ താഴത്തേക്ക് പോയിക്കോ എന്ന് ഗ്ലാഡിയസ് ഡെലിഞ്ചറിനോട് പറയുന്നുണ്ടെങ്കിലും അവൻ അവിടെ നിന്ന് പോയില്ല. പെട്ടെന്ന് കാവൻഡിഷ് ഡെലിഞ്ചറിനെ ഓടി വന്ന് വെട്ടി അവന്റെ നെഞ്ച് വെട്ടിപ്പൊളിച്ചു. അവൻ എന്നിട്ട് അതിലും നിർത്താതെ വീണ്ടും പല പ്രാവശ്യം അവനെ വെട്ടി താഴെയിട്ടു. അങ്ങനെ ഡെലിഞ്ചറിന്റെ കാര്യം കാവൻഡിഷ് അവസാനിപ്പിച്ചു. 4ാമത്തെ ഫ്ലോറിൽ കീറോസിന്റെ പുറകെ നിൽക്കുന്ന റെബേക്കയാണ് ഡിയാമാന്റെ അറ്റാക്ക് ചെയ്യുന്നത്. അവന് കീറോസിനെ മാത്രം അറ്റാക്ക് ചെയ്താൽ പോരാ, ആരെ അറ്റാക്ക് ചെയ്താൽ കീറോസിന് വേദനിക്കുന്ന അവൻ അറിയാം. അതുകൊണ്ട് കീറോസിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്ന ഡിയാമാന്റെ പലപ്പോഴും റെബേക്കെ അറ്റാക്ക് ചെയ്യുന്നു. പക്ഷെ തന്റെ ജീവൻ കൊടുത്തു പോലും കീറോസ് അവളെ രക്ഷപ്പെടുത്തും. എന്നിരുന്നാൽ പോലും റെബേക്ക അവിടെ സുരക്ഷിതയല്ല. റെബേക്കയെ സഹായിക്കാൻ അവിടെ മറ്റൊരാൾ ഇല്ലാത്തടത്തോളം കീറോസ് അവളെ പ്രൊട്ടക്ട് ചെയ്യും. പക്ഷെ അവളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനിടയിൽ കീറോസിന് ഡിയാമാൻഡയുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ കഴിയില്ല. എന്നിരുന്നാലും കീറോസ് അവളെ സഹായിക്കും. നേരത്തെ മുകളിൽ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയ റോബിൻ റെബേക്കയെ സഹായിക്കാൻ ആരെങ്കിലും ഒരാൾ അവിടെ വേണമെന്ന് അവൾ ബാർത്തലോമിയോട് പറഞ്ഞു. അപ്പൊ ബാർത്തലോമി ആവട്ടെ, റോബിൻ സെംപായി, നിങ്ങളൊരു ആവശ്യം പറഞ്ഞാൽ എന്റെ ജീവൻ പോലും കളയാൻ ഞാൻ തയ്യാറാണ്. ഇപ്പൊ നിങ്ങൾക്കൊരു സഹായം വേണമെന്ന് പറയുമ്പോൾ ഞാനത് ചെയ്യാതിരിക്കുവോ? ഇവിടുത്തെ എല്ലാ കാര്യവും ആ ഗ്ലാഡിയസ് നാറിയ ഉൾപ്പെടെ എല്ലാവരെയും ഞാൻ നോക്കിക്കോളാം. റോബിൻ സെംപായി സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് തന്നെ മുകളിലേക്ക് പോയിക്കോ. ഇങ്ങനെ അവിടുത്തെ എല്ലാ കാര്യവും റോബിൻ ബാർത്തലോമിയെ ഏൽപ്പിച്ച് അവള് റെബേക്കയെ സഹായിക്കാൻ വേണ്ടി പോകുന്നു. ഡെലിഞ്ചറിനെ വെട്ടി തോൽപ്പിച്ചത് കാവൻഡിഷ് ആണ്. പക്ഷേ അതവന്റെ ഹാക്കുബ എന്ന് പറയുന്ന 2ാമത്തെ പേഴ്സണാലിറ്റിയാണ് ചെയ്തത്. ആരെയും കണ്ടാ വെട്ടിക്കൊല്ലുന്ന ആ ഒരു പേഴ്സണാലിറ്റി നേരെ ബാർത്തലോമിയെ ചെന്ന് അറ്റാക്ക് ചെയ്യുന്നു. പക്ഷേ ബാർത്തലോമിയോക്ക് ഷീൽഡ് ഉണ്ടാക്കി അവനെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയുന്നതുകൊണ്ട് അവൻ തൽക്കാലം രക്ഷപ്പെട്ടു. എന്നാൽ ഹാക്കുബ മുകളിലേക്ക് ഓടിപ്പോകുന്ന റോബിനെ കണ്ട് പെട്ടെന്ന് അവളെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. പക്ഷെ റോബിൻ അവളുടെ പവർ ഉപയോഗിച്ച് കാവൻഡിഷിനെ പിടിച്ചു വെച്ചു. അതായത് ഹാക്കുബയെ. കാവൻഡിഷിന് അവന്റെ 2ാമത്തെ പേഴ്സണാലിറ്റിയെ കൺട്രോൾ ചെയ്യണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഏത് പേഴ്സണാലിറ്റി ബോഡിയെ കൺട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞ് രണ്ടുപേരും തർക്കിക്കും. അവിടെ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഗ്ലാഡിയസ് ആവട്ടെ അവന്റെ മുഴുവൻ ശരീരവും റോബിൻ നിൽക്കുന്ന ആ ഭാഗവും വലുതാക്കി വീർപ്പിച്ച് പൊട്ടിത്തെറിപ്പിച്ച് അവരെ എല്ലാവരെയും ഒറ്റയടിക്ക് കൊല്ലാൻ പോകുന്നു. അപ്പൊ റോബിനൊന്നും സംഭവിക്കാൻ പാടില്ല, റോബിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നൊരു ചിന്തയില് ബാർത്തലോമിയോ അവന്റെ ബാരിയർ ഉപയോഗിച്ച് അവനെയും ഗ്ലാഡിയസിനെയും ചേർത്ത് കവർ ചെയ്തു. അങ്ങനെ വീർത്ത് വലുതാവുന്ന ഗ്ലാഡിയസ് അതിന്റെ അകത്ത് വെച്ച് പൊട്ടിത്തെറിക്കുന്നു. റോബിനെ രക്ഷിക്കാൻ വേണ്ടി മാത്രം ബാർത്തലോമിയോ അവനെ തന്നെ സാക്രിഫൈസ് ചെയ്തു. പക്ഷെ എന്നിരുന്നാൽ പോലും അപ്പൊ ഗ്ലാഡിയസും മരിച്ചില്ല. അവൻ വീണ്ടും റോബിൻ നിൽക്കുന്ന ഭാഗം വീർപ്പിച്ച് അവിടെ മൊത്തം പൊട്ടിത്തെറിപ്പിക്കാൻ വേണ്ടി പോകുന്നു. അപ്പൊ റോബിനെ വേഗത്തിൽ സഹായിക്കാൻ പറ്റുന്നത് കാവൻഡിഷിന് മാത്രമാണ്. നീ എന്നെ പിടിച്ചിരിക്കുന്ന ഈ പിടി വിട്, എനിക്ക് എന്റെ ഈ ശരീരം, ഈ ഹാക്കുബയെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. ഞാൻ നിന്നോട് തമാശ പറയുന്നതല്ല, നിന്നെ ഞാൻ എങ്ങനെയെങ്കിലും രക്ഷിക്കാം, നീ ആദ്യം ഈ പിടിയൊന്നും വിട്. അത് കേട്ട റോബിൻ ആവട്ടെ അവനെ വിശ്വസിച്ച് അവന്റെ പിടി വിട്ടു. അങ്ങനെ ഗ്ലാഡിയസ് അവിടെ വലുതാക്കി ബ്ലാസ്റ്റ് ചെയ്യിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ കാവൻഡിഷ് അവന്റെ ബോഡി എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്ത് അവൻ റോബിനെയും കൊണ്ട് മുകളിലേക്ക് എത്തി അവിടെ നിന്ന് രക്ഷപ്പെട്ടു. കൂടാതെ കാവൻഡിഷ് അവന്റെ ബോഡി തന്നെ കൺട്രോൾ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവൻ ഉറങ്ങിപ്പോയി. ബാർത്തലോമിയോക്ക് റോബിനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. അതിന്റെ ഒരു കുറ്റബോധം ബാർത്തലോമിയോക്കുണ്ട്. നിലത്ത് വീണ് കിടന്ന ബാർത്തലോമിയോ പതിയെ എണീറ്റ്, ഞാൻ രക്ഷിക്കണമെന്ന് അത്രയധികം മനസ്സിൽ വിചാരിച്ച ഒരാളെ എനിക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല, പിന്നെ ഞാൻ എന്ത് മാങ്ങാത്തുരിയായി ചെയ്ത് കൂട്ടുന്നേ, എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ലൂഫി സെംപായ്, എന്റെ ലൂഫി ചേട്ടനെ വെച്ച് നോക്കുമ്പോ എനിക്ക് എന്നോട് തന്നെ അപമാനം തോന്നുന്നു. പക്ഷേ ലൂഫി സെംപായുടെ അത്ര പവർ ഒന്നും എനിക്കില്ലെങ്കിലും ഞാൻ ഓരോ ദിവസവും ശക്തനായി മാറും. ഒരു ദിവസം നിങ്ങളെ സഹായിക്കാൻ പറ്റുന്ന ഒരാളായിട്ട് ഞാൻ മാറും എന്നിങ്ങനെ പറയുന്ന ബാർത്തലോമിയോ അവന്റെ ലൂഫി ചേട്ടനെ മനസ്സിൽ ധ്യാനിച്ച് ഗ്ലാഡിയസിന് നേരെ ചാടി വന്ന് ലൂഫിയുടെ ഗമു പിസ്റ്റൺ എന്ന് പറയുന്ന അറ്റാക്ക് അവന്റെ രീതിയിൽ അവന്റെ കയ്യിൽ ബാരിയർ ഒക്കെ കൊണ്ടുവന്ന് അവൻ ചാടി വന്ന് ഗ്ലാഡിയസിന്റെ തലക്കിട്ട ഒരൊറ്റ പഞ്ച്. ആ ഒരേ ഒരു പഞ്ചില് ഗ്ലാഡിയസ് താഴെ വീണു. അങ്ങനെ അവസാനം ബാർത്തലോമിയോ അവന്റെ ലൂഫി ചേട്ടന് വേണ്ടി ഗ്ലാഡിയസിനെ തോൽപ്പിച്ചു. മുകളിലേക്ക് എത്തിയ റോബിൻ ആവട്ടെ ഡിയാമാന്റെ പെട്ടെന്ന് തന്നെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന റെബേക്കയെ രക്ഷപ്പെടുത്തി. ശേഷം കീറോസും ഡിയാമാന്റെയും തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നു. ഈ ഫൈറ്റിൽ ഡിയാമാന്റെ അവന്റെ പവർ ഉപയോഗിച്ച് ഒരുപാട് കൂർത്ത മുള്ളുകളുള്ള ബോൾസ് കീറോസിന്റെ ശരീരത്തിലേക്ക് ഇട്ടു. അത് നിർത്താത്ത മഴ പോലെ. പക്ഷെ കീറോസ് അതിലൊന്നും വീണില്ല. കീറോസിന്
അതൊന്നും ഒരു വേദനയല്ല, അതിനേക്കാളൊക്കെ ഏറെ ഒരുപാട് വേദന കീറോസ് അനുഭവിച്ചു കഴിഞ്ഞു. അവനെ ഡിയാമാന്റെ വെട്ടി കൊല്ലാൻ തുടങ്ങുമ്പോൾ അവന്റെ സ്വന്തം നാടിനോട് ചെയ്ത ക്രൂരത, അവൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോട് ചെയ്ത ക്രൂരത, അവൻ അത്രത്തോളം ഇഷ്ടപ്പെട്ട അവന്റെ ഭാര്യയെ അവന്റെ കൺമുമ്പിൽ വെച്ച് കൊന്നു കളഞ്ഞത്, ആരാലും തിരിച്ചറിയാൻ പറ്റാതെ ഒരു ടോയ് ആക്കി മാറ്റിയത്, സ്വന്തം മകൾക്ക് പോലും അവനെ തിരിച്ചറിയില്ല. ഇത്രയും കാര്യങ്ങൾ മനസ്സിലോർക്കുന്ന കീറോസ് അവന്റെ ശരീരത്തിന്റെ വേദനയൊക്കെ മാറ്റിവെച്ച് ഓടി വന്ന് ഡിയാമാന്റെയുടെ നെഞ്ച് നോക്കി വെട്ടി താഴെയിട്ടു. ഇത്രയും വർഷത്തെ അവന്റെ പ്രതികാരം അങ്ങനെ അവിടെ വെച്ച് അവസാനിച്ചു. അവൻ ഡിയാമാന്റയെ തോൽപ്പിച്ചു. അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ദൂരത്ത് നിന്ന് കാണുന്ന വിയോല മറ്റുള്ളവർക്കും അത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കെല്ലാവർക്കും ഒരുപാട് സന്തോഷമായി. ഇനി ബാക്കിയുള്ളത് പീക്ക, ട്രബിൾ, ഡോ ഫ്ലമിംഗോ, ഇവർ 3 പേരും മാത്രമേ ഇനി ബാക്കിയുള്ളൂ. മറ്റുള്ള എല്ലാവരെയും അവർ തോൽപ്പിച്ചു കഴിഞ്ഞു. ഇതേ സമയത്ത് താഴത്തുള്ള നമ്മുടെ സാബാവട്ടെ പരസ്പരം വെട്ടിക്കൊന്നുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ, അപകടത്തിൽ മരണപ്പെടാൻ പോകുന്ന ജനങ്ങളെ എല്ലാവരെയും താഴെ നിന്ന് അവൻ രക്ഷപ്പെടുത്തി. ഡോ ഫ്ലമിംഗോയുടെ ആൾക്കാർ ടൊട്ടാറ്റ ട്രൈബിലെ പ്രിൻസസ് മാൻഷേരിയെ പിടിച്ചുകൊണ്ട് വന്ന് പൂട്ടിവെച്ചത് ആ പ്രിൻസസിനെ ഉപയോഗിച്ച് അവരുടെ ആൾക്കാരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, കൂടാതെ ആ പ്രിൻസസിന് ഒരു ഡെവിൾ ഫ്രൂട്ട് പവർ ഉണ്ട്, ചിയു ചിയു നോമി അഥവാ ഹീൽ ഫ്രൂട്ട്, ഒരു പാരമീസിയ ടൈപ്പ് ഡെവിൾ ഫ്രൂട്ട്. ഈ ഡെവിൾ ഫ്രൂട്ടിന്റെ പേര് പോലെ തന്നെ ആ ഫ്രൂട്ട് യൂസ് ചെയ്യുന്ന ആൾക്ക് മറ്റുള്ളവരെ പെട്ടെന്ന് തന്നെ ഹീൽ ചെയ്യാൻ കഴിയും. അതായത് പരിക്ക് പറ്റി കിടക്കുന്ന ആൾക്കാരെ അവരുടെ കണ്ണുനീര് ഉപയോഗിച്ച് ഹീൽ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു ഹീലിംഗ് പവർ ആണ് പ്രിൻസസ് മാൻഷേരിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഫൈറ്റ് ചെയ്ത് തോറ്റുപോയ ആൾക്കാരെ പ്രിൻസസ് മാൻഷേരിയുടെ കണ്ണുനീര് ഉപയോഗിച്ച് അവരെ ഹീൽ ചെയ്ത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. നേരത്തെ സ്ട്രോ ഹാറ്റ്സിന്റെ കപ്പലിൽ കയറി പ്രശ്നം ഉണ്ടാക്കി അവസാനം സ്ട്രോ ഹാറ്റ്സ് തന്നെ അടിച്ച് തോൽപ്പിച്ച ജിയോല ഇപ്പൊ വീണ്ടും തിരിച്ചു വന്നു. എന്തിനാണെന്ന് വെച്ചാൽ പ്രിൻസസ് മാൻഷേരിയെ എങ്ങനെയെങ്കിലും കരയിപ്പിച്ച് അവളുടെ കണ്ണുനീര് കൊണ്ട് ഫൈറ്റിൽ തോറ്റുപോയ ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരാൻ. അങ്ങനെ ജിയോല പ്രിൻസസ് മാൻഷേരിയെ കരയിപ്പിക്കാൻ വേണ്ടി ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടേക്ക് അവളെ രക്ഷിക്കാൻ വേണ്ടി വന്ന ലിയോയും അവന്റെ കൂടെയുള്ള ബാക്കിയുള്ള ആൾക്കാരും വന്നു. എന്നിട്ട് അവരെല്ലാവരും ചേർന്ന് ജിയോലയെ അടിച്ച് താഴെയിട്ട് അവസാനം പ്രിൻസസ് മാൻഷേരിയെ രക്ഷപ്പെടുത്തി. ഇതേ സമയത്ത് ഇവിടെ സ്മൈൽ ഫാക്ടറിയില് ഫ്രാങ്കിയും സെന്യൂർ പിങ്കും തമ്മിൽ ഒരു മാതിരി ഫൈറ്റ്. രണ്ടുപേരും പരസ്പരം നിർത്താതെ അടിച്ചോണ്ടിരിക്കുക. കണ്ടു നിൽക്കുന്നവർക്ക് പോലും ആര് ജയിക്കും ആര് തോൽക്കും അറിയില്ല. അതുപോലെയാണ് രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്നത്. ഫ്രാങ്കിയുടെ അടി കൊണ്ട് സെന്യൂർ പിങ്ക് താഴെ വീണുപോയി. എല്ലാവരും ഫ്രാങ്കി ജയിച്ചു, സെന്യൂർ പിങ്ക് തോറ്റുപോയെന്ന് വിചാരിച്ചു. പക്ഷേ സെന്യൂർ പിങ്ക് എണീറ്റ് വന്ന് ഫ്രാങ്കിയെ തൂക്കിയെടുത്ത് മലർത്തിയ ഒരു ഒറ്റ അടി. ഫ്രാങ്കിയുടെ വീക്ക് സ്പോട്ട് അവന്റെ ബാക്ക് ആണെന്ന് സെന്യൂർ പിങ്കിന് മനസ്സിലായി. അവന്റെ ഫ്രണ്ട് ഭാഗം മാത്രമേ ഓപ്പറേറ്റ് ചെയ്ത് ഒരു സൈബോർഗിന്റെ പോലെ മാറ്റിയിട്ടുള്ളൂ. ബാക്ക് ഭാഗം ഫ്രാങ്കി അതുപോലെ അങ്ങനെ മാറ്റിയിട്ടില്ല. ഇത് മനസ്സിലാക്കുന്ന സെന്യൂർ പിങ്ക് അവനെ തൂക്കിയെടുത്ത് നിലത്തേക്ക് അടിക്കുന്ന സമയത്ത് റൂസിയ എന്ന് പറയുന്ന ഒരു പെണ്ണിനെ പറ്റി അവനോട് പറയുന്നുണ്ട്. നിലത്തേക്ക് വീണ ഫ്രാങ്കി തോറ്റുപോയെന്ന് എല്ലാവരും വിചാരിച്ചു. പക്ഷെ ഫ്രാങ്കിയുടെ ഒരു ഒന്നൊന്നര എൻട്രി ഉണ്ട്. എല്ലാവരും ഞെട്ടി തരിച്ചുപോയി. നിന്റെ അവസരം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാനൊരു കൈ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഫ്രാങ്കി സെന്യൂർ പിങ്കിന് നേരെ ഓടി വന്ന് അടിച്ചൊരു മാതിരി അടി. ഫ്രാങ്കിയുടെ എല്ലാ അടിയും കൊണ്ട് സെന്യൂർ പിങ്ക് താഴെ വീഴുമ്പോ അപ്പോഴാണ് റുഷിയാൻ എന്ന് പറയുന്ന ആ പെണ്ണിന്റെയും സെന്യൂർ പിങ്കിന്റെയും ബാക്ക് സ്റ്റോറി കാണിക്കുന്നത്. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കോരി ചൊരിയുന്ന മഴയത്ത് ആ മഴ കൊണ്ട് നനയാതിരിക്കാൻ ഒരു കടയുടെ മുമ്പിൽ ചാരി നിൽക്കുന്ന സെന്യൂർ പിങ്കിന്റെ അടുത്തേക്ക് പെട്ടെന്ന് ഒരു ലേഡി മഴ നനയാതിരിക്കാൻ ഓടി വന്നു നിന്നു. പെട്ടെന്ന് മഴ പെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല, ഞാൻ മുഴുവനായിട്ടും നനഞ്ഞു എന്ന് പറഞ്ഞ് റുഷിയാൻ എന്ന് പറയുന്ന പെണ്ണ് സെന്യൂർ പിങ്കിന്റെ അടുത്ത് നിന്ന് ചിരിക്കുമ്പോ, നീ ഇപ്പൊ മുഴുവനായിട്ടും നനഞ്ഞില്ലേ, ഇതിലിപ്പോ ചിരിക്കാൻ മാത്രം എന്താ, എനിക്ക് ഈ മഴ ഒരുപാട് ഇഷ്ടമാ, നിങ്ങൾക്ക് ഇഷ്ടമായോ, ഞാൻ ഉദ്ദേശിച്ചത് മഴയാട്ടോ. അത് കേട്ട സെന്യൂർ പിങ്ക് ആവട്ടെ എന്തെന്നില്ലാതെ അവളെ നോക്കി നിന്നു. അങ്ങനെ അന്നത്തെ ആ മഴയ്ക്ക് ശേഷം അവർ രണ്ടുപേരും പ്രണയത്തിലായി. റുഷിയാന് പൈററ്റ്സിന് ഇഷ്ടമല്ല, അതുകൊണ്ട് സെന്യൂർ പിങ്ക് അവളോട് അവനൊരു ബാങ്ക് ഉദ്യോഗസ്ഥനാണെന്ന് കള്ളം പറഞ്ഞു. അവൻ അവളെ അത്രമാത്രം ഇഷ്ടമായിരുന്നു. പോകെ പോകെ അവർ കൂടുതൽ അടുത്തു. അവര് കല്യാണം കഴിച്ചു. അവർക്ക് രണ്ടുപേർക്കും ഒരു കുട്ടിയുണ്ടായി. അപ്പോഴും അവനൊരു പൈററ്റ് ആണെന്നുള്ള കാര്യം അവൾ അറിഞ്ഞില്ല. അവൻ അത് അവളുടെ അടുത്ത് നിന്ന് മറച്ചു വെച്ചു. എന്നാലും അവരുടെ ജീവിതം വളരെ സന്തോഷം നിറഞ്ഞതായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവരുടെ കുഞ്ഞ് പനി കാരണം നിർത്താതെ കരഞ്ഞു. റൂഷിയാനയ്ക്ക് അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. അവള് വീട് മുഴുവൻ സെന്യൂർ പിങ്കിനെ നോക്കിയെങ്കിലും അവൻ അവിടെ നിന്ന് പോയിരുന്നു. കുഞ്ഞിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പോലും ആരുമില്ല. സെന്യൂർ പിങ്കിനെ പെട്ടെന്ന് കാണാതാവുകയും ചെയ്തു. അവൻ എവിടെ പോയെന്ന് അവൾക്കറിയില്ല. അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷം രാത്രി ഇടിവെട്ടി മഴ പെയ്യുന്ന ഒരു ദിവസം സെന്യൂർ പിങ്ക് വളരെ സന്തോഷത്തോടെ അവന്റെ ഭാര്യയും കുഞ്ഞിനെയും കാണാൻ വേണ്ടി തിരിച്ചു വന്നു. പക്ഷെ അപ്പോഴാണ് കഴിഞ്ഞ ആഴ്ച ഇതേ ദിവസം അവന്റെ കുഞ്ഞ് മരിച്ചു പോയെന്നുള്ള കാര്യം അവൻ അറിയുന്നത്. പെട്ടെന്ന് അത് കേട്ട സെന്യൂർ പിങ്കിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവന്റെ മനസ്സ് തകർന്നുടഞ്ഞുപോയി. ഞാൻ അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി, പക്ഷെ എനിക്ക് അവനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾ എന്നോട് കള്ളം പറഞ്ഞു, നിങ്ങളൊരു നുണയനാണ്. ഞാൻ പല പ്രാവശ്യം നിങ്ങളുടെ ബാങ്കിലേക്ക് വിളിച്ചു ചോദിച്ചു, പക്ഷെ നിങ്ങളെപ്പോലെ ഒരു എംപ്ലോയി അവിടെ ജോലി ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. പറ, എന്നോട് സത്യം പറ, നിങ്ങൾ ജീവിക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നേ? നിങ്ങളുടെ ജോലി എന്താ? ഏത് രീതിയിലാണ് നിങ്ങൾ പണം ഉണ്ടാക്കുന്നേ? ഇല്ലല്ലേ, നിങ്ങൾക്ക് പറയാൻ കഴിയില്ലല്ലേ? നിങ്ങൾ ഒരിക്കലും ഒരച്ഛനാവാൻ യോഗ്യനല്ല. എന്റെ വഴിയിൽ മാറി നിൽക്ക് എന്ന് പറഞ്ഞ റുഷിയാൻ സെന്യൂർ പിങ്കിനെയും തട്ടിയിട്ട് ആ കൊടും മഴയത്ത് പുറത്തേക്ക് ഓടിപ്പോകുന്നു. അപ്പൊ സെന്യൂർ പിങ്ക് അവളെ തടഞ്ഞു നിർത്താൻ വേണ്ടി അവളുടെ പുറകെ പോകുന്നുണ്ടെങ്കിലും അവൾ അവന്റെ കരണത്തിനിട്ട് ഒരു അടി കൊടുത്ത് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. തുടർന്ന് മഴയൊക്കെ മാറി കുറച്ചു സമയത്തിന് ശേഷം അടുത്തുള്ള ഹോസ്പിറ്റലിൽ റുഷിയാൻ അഡ്മിറ്റ് ആണെന്ന് പറഞ്ഞ് അവര് സെന്യൂർ പിങ്കിനെ വിളിച്ചു. അവിടെ എത്തിയപ്പോൾ ഡോക്ടർ അവനോട് ഇന്നലെ പെയ്ത മഴയിൽ അവൾ ഓടി വന്നപ്പോ അവൾക്കൊരു ആക്സിഡന്റ് സംഭവിച്ചു. ഇപ്പോ അവൾ ഒരു വെജിറ്റേറ്റീവ് സ്റ്റേറ്റിലാണ്. അവൾക്ക് ബോധം ഉണ്ടായിരിക്കും, കണ്ണ് തുറന്നിരിക്കും, പക്ഷെ മറ്റുള്ളവരോട് സംസാരിക്കാനോ പഴയതുപോലെ അവൾക്ക് വികാരങ്ങൾ കാണിക്കാനോ കഴിയില്ല. ഒന്നും മിണ്ടാതിരിക്കുന്ന റുഷിയാന്റെ അവസ്ഥ കാണുമ്പോൾ സെന്യൂർ പിങ്ക് അവളുടെ അടുത്ത് കിടന്ന് പൊട്ടിക്കരഞ്ഞു. നീ എന്നെപ്പോലെ ഒരുത്തനെ കണ്ടുമുട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പൊ നിനക്ക് ഈ ഒരു ഗതി സംഭവിക്കില്ലായിരുന്നു. എന്നോട് ക്ഷമിക്ക്, എനിക്ക് നിന്നെ നഷ്ടപ്പെടാൻ ആഗ്രഹമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് കള്ളം പറഞ്ഞേ. തുടർന്ന് സെന്യൂർ പിങ്ക് എല്ലാ ദിവസവും
ഒരു പൂവും പിടിച്ച് റുഷിയാനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് വന്നു. അവൾ അവനോട് ഒന്നും പ്രതികരിച്ചിട്ടില്ലെങ്കിലും അവനോടൊരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ലെങ്കിലും അവൻ എല്ലാ ദിവസവും അവളെ കാണാനായിട്ട് വന്നു. ഒരു ദിവസം സെന്റർ പിങ്ക് അവളെ കാണാൻ വേണ്ടി വരുന്ന സമയത്ത് ഒരു കടയിൽ വെച്ച് അവൻ അവരുടെ കുഞ്ഞ് ധരിച്ചിരുന്ന ആ ഒരു ഡ്രസ്സ് കണ്ടു. അതുകൊണ്ട് അവൾക്കത് ഇഷ്ടമായേക്കെന്ന് വിചാരിച്ച് അവൻ ആ കുട്ടികളിടുന്ന ഡ്രസ്സ് വിട്ടുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു. റുഷിയാൻ, ഇങ്ങോട്ട് നോക്ക്, ഇത് നമ്മളുടെ മോൻ ഇട്ടുകൊണ്ടിരുന്ന ഡ്രസ്സ് പോലെയില്ലേ? ഞാനിതൊരു കടയിൽ വെച്ച് കണ്ടുപിടിച്ചു. എങ്ങനെയുണ്ട്? നിനക്കിത് ഇഷ്ടപ്പെട്ടോ? നിനക്ക് എന്നെ കാണുമ്പോൾ അവനെ പോലെ തോന്നുന്നില്ലേ എന്നിങ്ങനെ സെന്റർ പിങ്ക് അവളോട് പറയുമ്പോൾ അവളുടെ മുഖത്ത് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. അപ്പൊ സെന്റർ പിങ്ക് അവന്റെ മനസ്സിലെ ഒരു പ്രാവശ്യം കൂടെ ചിരിക്ക്, എനിക്ക് അവസാനമായിട്ടൊന്ന് കാണാൻ വേണ്ടിയല്ലേ, ഒരു പ്രാവശ്യം കൂടെ എനിക്ക് വേണ്ടി ചിരിക്ക് പ്ലീസ് റുഷിയാൻ, ചിരിക്ക്. പക്ഷേ അവൾക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല എന്ന് കാണുന്ന സെന്റർ പിങ്ക് ആവട്ടെ ആ ഡ്രസ്സ് അഴിച്ചു വെക്കാൻ തുടങ്ങുമ്പോൾ അവൾ പെട്ടെന്ന് ചെറുതായിട്ടൊന്ന് ചിരിക്കുന്നു. അത് കണ്ട സെന്റർ പിങ്കിന് ആ ഭൂമി തന്നെ അവന്റേതായെന്ന് തോന്നി. അത്രയധികം സന്തോഷം അവന് വേറെ ഉണ്ടായിട്ടില്ല. തുടർന്ന് അവളുടെ ആ ഒരു ചിരി നിലനിൽക്കാൻ വേണ്ടി അവൻ കുട്ടികളുടെ ഡ്രസ്സ് മുഴുവനായിട്ട് ഇട്ട് എന്നും അവളെ കാണാൻ വേണ്ടി വന്നു. അവനെ കാണുന്ന മറ്റുള്ള ആൾക്കാർ അവിടെ അവൻ വട്ടാണെന്ന് വിചാരിച്ചു. അവനെ കാണുന്ന എല്ലാവരും അവനെ കളിയാക്കി. പക്ഷെ അതൊന്നും സെന്റർ പിങ്കിനൊരു വിഷയമല്ല. അവന്റെ ആ ഒരു ഡ്രസ്സ് കാരണം അവൾ ചിരിക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് വേണ്ടി അവൻ ജീവിതകാലം മുഴുവൻ ആ ഡ്രസ്സ് ഇടും. മറ്റുള്ളവർ എന്തും പറഞ്ഞോട്ടെ, അവനെ കളിയാക്കിക്കോട്ടെ, കുറ്റപ്പെടുത്തിക്കോട്ടെ, പക്ഷെ അവരെയൊന്നും അവൻ നോക്കാനേ പോകുന്നില്ല. അവന് വേണ്ടത് അവളുടെ ആ ഒരു ഒറ്റ ചിരി മാത്രമാണ്. അങ്ങനെ അന്ന് മുതൽ താൻ സ്നേഹിച്ച തന്റെ പ്രിയതമയ്ക്ക് വേണ്ടി സെന്റർ പിങ്ക് സമൂഹത്തിൽ ഒരു കോമാളിയായിട്ട് മാറി. അവൾക്ക് വേണ്ടി, അവളുടെ ചിരിക്ക് വേണ്ടി അവനൊരു നാണം കെട്ടവനായിട്ട് മാറി. പക്ഷെ ആരാധകരുടെ മനസ്സിൽ സെന്റർ പിങ്ക് ഒരു യോദ്ധാവാണ്. താൻ ജീവന തുല്യം സ്നേഹിച്ച തന്റെ പ്രിയതമയ്ക്ക് വേണ്ടി കോമാളിയായിട്ട് മാറിയ സെന്റർ പിങ്ക്. ഇങ്ങനെ റുഷിയാനയുടെ ചിരി മനസ്സിലോർക്കുന്ന സെന്റർ പിങ്കിനെ ഫ്രാങ്കി അവസാനത്തെ ഒരേ ഒരു പഞ്ചിൽ അടിച്ച് താഴെയിട്ടു. അപ്പൊ അവന്റെ മുമ്പിൽ അവന്റെ കുഞ്ഞിനെയും റുഷിയാനെയും കാണുന്ന സെന്റർ പിങ്കിന്റെ കണ്ണ് നിറഞ്ഞു. അത് കണ്ട് അവന്റെ അടുത്തേക്ക് വരുന്ന ഫ്രാങ്കി ആവട്ടെ, എന്തിനാ നീ കരയുന്നേ ബ്രദർ, നിന്റെ കണ്ണ് നിറയാൻ മാത്രം നീ എന്താ ഓർത്തത് എന്ന് പറഞ്ഞു ഫ്രാങ്കി സെന്റർ പിങ്കിന്റെ കണ്ണിലെ കണ്ണുനീര് തുടച്ചു മാറ്റി. നമ്മളിനി അടുത്ത പ്രാവശ്യം എവിടെയെങ്കിലും വെച്ച് എപ്പോഴെങ്കിലും കാണുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ചിരുന്ന് ഒരു ഡ്രിങ്ക് അടിക്കണം സഹോദര. പിന്നെ റുഷിയാൻ എന്ന് പറയുന്ന ആ പെണ്ണ് ആരാന്ന് നീ എനിക്ക് പറഞ്ഞു തരണം. അങ്ങനെ അവസാനം ഫ്രാങ്കി വേഴ്സസ് സെന്റർ പിങ്ക് ഇവരുടെ രണ്ടുപേരുടെയും മാരകമായിട്ടുള്ള ഫൈറ്റില് നമ്മുടെ സ്ട്രോ ഹട്സിലെ ഫ്രാങ്കി തന്നെ ജയിച്ചു. പക്ഷേ തോറ്റുപോയവനെ ഫ്രാങ്കി കളിയാക്കിയില്ല. അവന്റെ മനസ്സിൽ സെന്റർ പിങ്ക് എന്നും ഒരു യോദ്ധാവ് തന്നെയാണ്. ശേഷം ഫ്രാങ്കി ടൊണ്ടാട്ട ട്രൈബിലെ ജനങ്ങൾക്ക് വേണ്ടി അവന്റെ ക്യാപ്റ്റന് വേണ്ടി അവന്റെ ക്യാപ്റ്റന് കൊടുത്ത വാക്ക് പ്രകാരം അവൻ നേരെ ചെന്ന് ആ ഒരു സ്മൈൽ ഫാക്ടറി ഷൂട്ട് ചെയ്ത് ഇല്ലാതാക്കി. അങ്ങനെ അവസാനം ഫ്രാങ്കി കൊടുത്ത വാക്ക് പാലിച്ചതിന് ശേഷം ക്ഷീണത്തോടെ നിലത്തേക്ക് വീഴുന്നു. ഇവിടെ മുകളിൽ കീറോസ് ഡിയാമാൻഡെ തോൽപ്പിച്ചെറിയുന്ന പീക്കെ ആവട്ടെ അവിടേക്ക് വന്ന്, ഹേയ് കീറോസ്, എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. അതെന്താന്ന് വെച്ചാ കിങ് റീക്കു നിങ്ങൾക്ക് വേണ്ടി എന്താ ചെയ്തത്? അയാള് കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ അയാള് കാരണം നിങ്ങൾക്ക് പ്രശ്നമല്ലേ വന്നിട്ടുള്ളൂ? നിങ്ങൾ അയാളെ സഹായിച്ചു നിന്നു, പക്ഷേ നിങ്ങൾക്ക് കിട്ടിയതോ ഒരുപാട് പ്രശ്നങ്ങളും അവഗണനയും മാത്രം. ഒരു വിധേനെ അല്ലെങ്കിൽ മറ്റൊരു വിധേനെ അയാള് കാരണം നിങ്ങൾക്ക് പ്രശ്നങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. ഹേയ് റബേക്ക, അയാള് കാരണം ഈ ഐലൻഡിലെ മുഴുവൻ ജനങ്ങളും നിന്നെ പഴിച്ചില്ലേ? നിനക്ക് ഇവിടെ ഒരു തുള്ളി സമാധാനം ഉണ്ടായിരുന്നോ? അതുപോലെ കീറോസ്, നീ അയാളെ വിശ്വസിച്ച് അയാൾക്ക് വേണ്ടി പണിയെടുത്തത് കൊണ്ട് നിനക്ക് നിന്റെ ഒരു കാല് നഷ്ടപ്പെട്ടില്ലേ? അതുപോലെ ജീവിതത്തിന്റെ നല്ല സമയം മുഴുവൻ നീ ഒരു ടോയ് ആയിട്ട് മാറി. ആ സമയത്ത് മറ്റാർക്കും നിന്നെ ഓർമ്മ പോലും ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം അയാള് കാരണമല്ലേ നിങ്ങൾക്ക് സംഭവിച്ചേ? ഇപ്പൊ തന്നെ നോക്ക്, അയാള് കാരണം ഇവിടുത്തെ ജനങ്ങൾക്ക് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. മര്യാദയ്ക്ക് ഡോഫി പറഞ്ഞതനുസരിച്ച് നിൽക്കുകയായിരുന്നെങ്കിൽ നിങ്ങൾക്കൊന്നും ഈ ഗതി സംഭവിക്കില്ലായിരുന്നു. എല്ലാവർക്കും മര്യാദയ്ക്ക് അന്നത്തെ കഞ്ഞി കുടിച്ച് പോകാനുള്ള വകയുണ്ടായിരുന്നു. പക്ഷേ കിങ് റീക്കുവിനെ വിശ്വസിച്ചത് കൊണ്ട് നിങ്ങൾ എല്ലാവരും പ്രശ്നത്തിലായി. എല്ലാവരും ഡോഫിയുടെ കൈകൊണ്ട് മരിക്കാൻ പോവുകയാണ് അല്ലേ എന്ന് പറഞ്ഞ് പീക്ക അവരോട് ഒരു മാതിരി സംസാരം ചെയ്തു കൂട്ടിയ നെറികേടിനെ മുഴുവൻ ന്യായീകരിച്ച് എല്ലാ പ്രശ്നത്തിനും കാരണം കിങ് റീക്കു ആണെന്ന് പറഞ്ഞു. അത് കേട്ട കീറോസും മിണ്ടാതിരുന്നില്ല. ഈ രാജ്യത്തിലേക്ക് ഡോഫ്ലമിംഗോ വരുന്നതിന് മുമ്പ് സന്തോഷവും സമാധാനവും എല്ലാവർക്കും പരസ്പരം സ്നേഹവും ഒരു യുദ്ധവും ഇല്ലാത്ത സമൃദ്ധി നിറഞ്ഞൊരു രാജ്യമായിരുന്നു. പക്ഷെ ഡോഫ്ലമിംഗോ എന്ന് ഇവിടേക്ക് വന്നോ അന്ന് മുതൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ ആരംഭിച്ചു. അവൻ കാരണം പാവപ്പെട്ട ജനങ്ങളെ നരകിച്ചു. കിങ് റീക്കു എനിക്ക് എന്റെ ഭാര്യയുടെ അച്ഛൻ എന്നതിലുപരി തെറ്റുകൾ മാത്രം ചെയ്ത് തെറ്റുകളിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു കുട്ടിയായിരുന്ന എന്നെ അദ്ദേഹം തിരിച്ച് നല്ലൊരു ജീവിതത്തിലേക്ക് എന്നെ കൊണ്ടുവന്നു. അതുകൊണ്ട് കിങ് റീക്കു മാത്രമാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരേ ഒരു രാജാവാൻ യോഗ്യൻ. ഇനി നിന്നെ പോലെയുള്ള പരനാറുകളെ ഇവിടുന്ന് അടിച്ച് പുറത്താക്കിയതിനു ശേഷം ഈ രാജ്യം മുഴുവൻ ശുദ്ധികലാശം ചെയ്ത് അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിന്റെ ആ പഴയ സ്ഥാനത്തേക്ക് തിരിച്ചു വരും, ഇവിടുത്തെ ജനങ്ങളുടെയൊക്കെ രാജാവായിട്ട് എന്നിങ്ങനെ കീറോസ് മുഴുവൻ കാര്യവും പീക്കയുടെ മുഖത്തടിച്ചതുപോലെ പറഞ്ഞു. അത് കേട്ട പീക്കയ്ക്ക് ദേഷ്യം വന്നു. എന്നാ ശരി, ഇനി രണ്ടിലൊന്നും നോക്കിയിട്ടേ കാര്യമുള്ളൂ എന്നൊരു രീതിയിൽ പീക്ക അവന്റെ പവർ ഉപയോഗിച്ച് അവിടുത്തെ കല്ലും പാറയും മുഴുവൻ കൂട്ടി ആ ഐലൻഡ് നശിപ്പിക്കാൻ പാകത്തിനുള്ള ഒരു വലിയ രൂപത്തിലേക്ക് മാറി. ഒരു വലിയ ജയന്റ് ആയിട്ടുള്ള മോൺസ്റ്ററിന്റെ രൂപത്തിലേക്ക് മുമ്പിൽ കാണുന്ന എല്ലാവരെയും പീക്ക അറ്റാക്ക് ചെയ്തു. അവൻ അവിടുത്തെ ജനങ്ങളെ മുഴുവൻ ഇല്ലാതാക്കാനാണ് പോകുന്നത്, പ്രത്യേകിച്ച് കിങ് റീക്കോനെയും അദ്ദേഹത്തിന്റെ ആൾക്കാരെയും. ഈ ഒരു സമയത്ത് അവനെ തടയാൻ അവിടെ ഒറ്റ ഒരാളെ ഉള്ളൂ, നമ്മുടെ വൈസ് ക്യാപ്റ്റൻ സോറോ തന്നെ. ആ സ്ഥലം മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പീക്കയെ തടയാൻ സോറോ ഒരുപാട് പ്ലാൻ ആലോചിച്ചു.
ആലോചിക്കുന്നുണ്ട്. ഒന്ന് ദൂരത്ത് നിന്ന് അവനെ വെട്ടി താഴെ ഇടുക. പക്ഷേ ദൂരത്ത് നിന്ന് വെട്ടുമ്പോ അത് അത്രയും അങ്ങ് ഉപകാരം ചെയ്യണമെന്നില്ല. PKയുടെ ശരീരം മുറിയുമെന്ന് സംശയമാണ്. അതുകൊണ്ട് രണ്ടാമത്തെ പ്ലാൻ മുകളിലേക്ക് ചാടി PK അറ്റാക്ക് ചെയ്യുക. പക്ഷേ അതും നടക്കാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് മൂന്നാമത്തെ പ്ലാൻ ഊസോപ്പിനെയും ബാക്കിയുള്ളവരെയും വിളിച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി പറയണം. പക്ഷേ അത്രയും ദൂരത്ത് നിന്ന് സോറോ വിളിക്കുന്നത് ഊസോപ്പ് കേൾക്കാൻ ഒരു വഴിയില്ല. അതുകൊണ്ട് അതും പോട്ടെ. നാലാമത്തെ പ്ലാൻ ഒരു ട്രാൻസ്പോണ്ടർ സ്നൈലിലൂടെ വിളിച്ച് അവരോട് എല്ലാവരോടും രക്ഷപ്പെടാൻ വേണ്ടി പറയുക. പക്ഷേ അതിനൊരു പ്രശ്നമുണ്ട്. സോറോയുടെ കയ്യിൽ ട്രാൻസ്പോണ്ടർ സ്നൈൽ ഇല്ല. ഇപ്പൊ സോറോ വിചാരിക്കുന്ന ഒരു പ്ലാനും നടക്കുന്നില്ല. എന്തെങ്കിലുമൊക്കെ തീരുമാനിക്കാനാണെങ്കിലോ സമയമില്ല. PK കിങ് റീക്കുവിനെയും ബാക്കിയുള്ളവരെയും കൊല്ലാൻ അവരുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. ആ സമയത്ത് നമ്മുടെ സോറോയ്ക്ക് അടുത്തൊരു പ്ലാൻ കിട്ടി. അവന്റെ അഞ്ചാമത്തെ പ്ലാൻ അതെന്താണെന്ന് വെച്ചാൽ ആകാശത്തിലൂടെ പറന്നു വന്ന് PK വെട്ടി താഴെയിടുക. ഇനി ഈ ഒരു പ്ലാനേ നടക്കുകയുള്ളൂ. ഇപ്രാവശ്യം സോറോ രണ്ടും കൽപ്പിച്ചാണ്. സോറോ ഒരു തുണി കൊണ്ട് അവന്റെ തലയിൽ ഒരു മുറുക്കി ഒരു കെട്ടും കെട്ടി 3 സോഡും തയ്യാറാക്കിയതിനു ശേഷം അവന്റെ പ്ലാൻ എന്താണെന്ന് ബാക്കിയുള്ളവരോടും പറഞ്ഞു. അവിടെയുള്ള ഓറോളംബസ് എന്ന് പറയുന്ന ഒരു പൈലറ്റിനെ ആൾക്കാരെ തൂക്കിയെടുത്ത് ആകാശത്തേക്ക് എറിയാൻ സാധിക്കും. പക്ഷേ അതവൻ ശത്രുക്കളെ ആക്രമിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു കാര്യം നമ്മുടെ സോറോ നേരത്തെ കണ്ടിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം അവനെ ആകാശത്തേക്ക് അതുപോലെ തൂക്കി എറിയാൻ അവൻ ഓറോളംബസിനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ സോറോയുടെ ആവശ്യപ്രകാരം ഓറോളംബസ് അവനെ ആകാശത്തേക്ക് PKയുടെ നേർക്ക് തൂക്കി എറിഞ്ഞു. ആ സമയത്ത് PK അവിടെ കിങ് റീക്കുവിനെയും ബാക്കിയുള്ളവരെയും കൊല്ലാൻ വേണ്ടി അവരുടെ അടുത്തേക്ക് എത്തി അവരെ അറ്റാക്ക് ചെയ്തു. അപ്പൊ അവന് നേർക്ക് പറന്നു വരുന്ന സോറോ അവന്റെ 3 സോഡും പുറത്തേക്കെടുത്ത് അതിലേക്ക് ഹാക്കി ഇൻഡ്യൂസ് ചെയ്തു. ഇപ്രാവശ്യം സോറോയ്ക്ക് വെട്ടാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല എന്നൊരു വിശ്വാസം അവനുണ്ട്. 3 സോഡ് സ്റ്റൈൽ സീക്രട്ട് ടെക്നിക് ദ ബില്യൺ ഫോൾ വേൾഡ് ട്രൈകിലിയോസം എന്ന് പറയുന്ന ഒരു പുതിയ അറ്റാക്ക് യൂസ് ചെയ്ത് അവൻ കിങ് റീക്കുവിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന PKയുടെ ശരീരത്തിന്റെ പകുതി ഭാഗം നോക്കി വെട്ടി മുറിച്ചു. അത് കണ്ടു നിന്ന് ആർക്കും വിശ്വസിക്കാൻ പറ്റിയില്ല. എല്ലാവരും ഞെട്ടിത്തെറിച്ച് വാ പൊളിച്ച് നിന്നുപോയി. സോറോ എന്നിട്ട് അവിടെ വെച്ച് നിർത്താതെ PKയെ വീണ്ടും വീണ്ടും വെട്ടി പല കഷ്ണങ്ങളാക്കി. അവസാനം പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോ അവൻ കല്ലിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് വന്നു. സോറോയ്ക്കും അത് തന്നെയാണ് വേണ്ടത്. പക്ഷേ ഇപ്രാവശ്യം PK അവന്റെ ശരീരം മുഴുവൻ ഹാക്കി യൂസ് ചെയ്തു. രണ്ടുപേരും ഫൈറ്റ് ചെയ്യുമ്പോൾ അവർ രണ്ടുപേരും ഹാക്കി യൂസ് ചെയ്യും. പക്ഷേ ആ കൂട്ടത്തിൽ ശക്തിയുള്ള ഹാക്കി ആർക്കാണോ അവരെ ജയിക്കൂ. ഇപ്പൊ PK പറയുന്നത് അവന്റെ ഹാക്കി സോറോയേക്കാൾ സ്ട്രോങ് ആണെന്നാണ്. അത് കേട്ട സോറോ ഒന്ന് ചിരിച്ചു. കാരണം ഈ ലോകത്ത് സോറോയ്ക്ക് വെട്ടാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല. സോറോ ആ ഒരു ചിരിയോടെ തന്നെ ചാടി വന്ന് PKയെ ഒറ്റ വെട്ടിന് വെട്ടി താഴെയിട്ടു. ഡോഫ്ലംഗോയുടെ ഫാമിലിയിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവിനെ നമ്മുടെ സോറോ വെട്ടി തോൽപ്പിച്ചു. ഒരു കണ്ണും കളഞ്ഞ് 2 വർഷം ട്രെയിനിങ്ങിന് പോയത് ഇതുപോലൊരുത്തിന്റെ മുമ്പിൽ തോൽക്കാനല്ല. 2 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് സോറോയുടെ ട്രെയിനിങ്ങിന്റെ സമയത്ത് മീഹോക്ക് അവന് ബ്ലാക്ക് ബ്ലേഡ് എന്താണെന്ന് പറഞ്ഞു കൊടുത്തു. നിന്റെ സോഡ് എപ്പോഴെങ്കിലും പൊട്ടിയിട്ടുണ്ടോ? ആ ഉണ്ട്, എന്റെ സോഡ് ഒരുപാട് തവണ പൊട്ടിയിട്ടുണ്ട്. അത് കേട്ട മീഹോക്ക് അവനോട് നീ നിന്റെ ബ്ലേഡിലേക്ക് ഹാക്കി ചേർക്കുകയാണെങ്കിൽ അത് പൊട്ടില്ല. അതിനി ആദ്യം പൊട്ടിയ സോഡ് ആണെങ്കിൽ പോലും ഹാക്കി ചേർത്ത് കഴിഞ്ഞാൽ അത് പൊട്ടില്ല. ഈ ലോകത്തിലുള്ള ഏതൊരു സോഡും ബ്ലാക്ക് ബ്ലേഡ് ആക്കി മാറ്റാൻ സാധിക്കും. നീ അത് പഠിക്കുന്നത് വരെ ഒരു തുള്ളി കള്ളു പോലും തൊട്ടുപോകരുത് എന്ന് പറഞ്ഞ് കഷ്ടപ്പെടുത്തിയിട്ടാണ് അന്ന് മീഹോക്ക് സോറോയ്ക്ക് ബ്ലാക്ക് ബ്ലേഡ് എന്താണെന്ന് പറഞ്ഞു കൊടുത്തത്. അവനെ അത് പഠിപ്പിച്ചത്. അന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചത് സോറോയ്ക്ക് ഇപ്പൊ ഉപകാരമായി. ഇപ്പൊ സോറോ PK വെട്ടി തോൽപ്പിച്ചത് കാണുമ്പോ എല്ലാവരും ഞെട്ടിത്തരിച്ചുപോയി. അതിന് പുറമെ PK തോറ്റത് കാണുമ്പോ എല്ലാവർക്കും സന്തോഷമുണ്ട്. പക്ഷേ സോറോ അവരോട് പറയും സന്തോഷിക്കാൻ വരട്ടെ. അവൻ ഈ ഐലൻഡിന് ചുറ്റും ഉണ്ടാക്കി വെച്ച ഈ കൂടെ ഇവിടെ നിന്ന് ഇല്ലാതാവുന്നത് വരെ നമുക്കാർക്കും സന്തോഷിക്കാറായിട്ടില്ല. ഇപ്പൊ കൊട്ടാരത്തിന്റെ മുകളിൽ വെച്ച് ലോയുടെ കൂടെ ഡോഫ്ലംഗോ നിർത്താതെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോ, നിന്റെ പേരിന്റെ കൂടെ ഒരു D എന്ന അക്ഷരമുണ്ടെന്ന് വിചാരിച്ച് നിനക്കെന്നെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് നീ വിചാരിച്ചോ? അല്ലെങ്കിൽ അതേപോലെ പേരുള്ള മറ്റൊരുത്തനെ കൂട്ടിക്കൊണ്ടുവന്നാൽ നിനക്കെന്നെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് നീ വിചാരിച്ചോ? പേരിന്റെ കൂടെ D, അത് ഇത് മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മണ്ടന്മാര് നടക്കുന്നുണ്ട്. അവര് ദൈവത്തിന്റെ ശത്രുക്കളാണത്രേ. അത് വെറും കെട്ടുകഥയാണെന്ന് നിന്നെ പോലത്തെ മണ്ടന്മാർക്ക് ആരാ ഇനി പറഞ്ഞ് മനസ്സിലാക്കണ്ടേ? പിന്നെ കൊറസോണിന് വേണ്ടി നീ പ്രതികാരം ചെയ്യാൻ ഇറങ്ങി തിരിച്ചത് അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ അവന്റെ മരണത്തിനൊരു ഉത്തരവാദി നീയും കൂടെയല്ലേ? അന്ന് അവൻ തന്ന ലെറ്റർ മറ്റാർക്കെങ്കിലും നീ കൊണ്ടുപോയി കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോ അവനും ഈ ഐലൻഡും എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടേനെ എന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിനക്ക് തെറ്റി. അവൻ എന്റെ കൈ കൊണ്ട് തന്നെ ചാവണമെന്നുള്ളത് അത് വിധിയാണ്. പിന്നെ അന്ന് ആ ലെറ്റർ മറ്റാർക്കെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഈ ഐലൻഡ് ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. കാരണം എന്ത് സംഭവിച്ചാലും ഈ ഐലൻഡിന്റെ വിധി മാറാനേ പോകുന്നില്ല. ഇവിടേക്ക് ഞാൻ വരും, എല്ലാവരെയും ഞാൻ കൊല്ലും. പിന്നെ നീ എന്ന ഡബിൾ ഫ്രൂട്ടുമായിട്ട് രക്ഷപ്പെട്ടതും വീണ്ടും പ്രതികാരത്തിനായിട്ട് തിരിച്ചു വന്നതും ഇപ്പൊ എന്റെ മുമ്പിൽ ഇങ്ങനെ ചാവാനായിട്ട് നിൽക്കുന്നതും എല്ലാം വിധിയാണ്. ഇതെല്ലാം നടന്നേ പറ്റൂ എന്ന് പറഞ്ഞ് ഡോഫ്ലമിംഗോ അവന്റെ മൂർച്ചയുള്ള ഒരു സ്ട്രിങ് ലോയുടെ കയ്യിലേക്ക് വെച്ച് നിലത്തേക്ക് വന്ന് വീണു. അങ്ങനെ വളരെ ക്രൂരമായിട്ട് അവൻ ലോയുടെ ഒരു കൈ മുറിച്ചു മാറ്റി. കൈ മുറിഞ്ഞു വീണ വേദനയില് ലോ നിലത്ത് കിടന്ന് പെടയും. അത് കണ്ട് ഡോഫ്ലമിംഗോട് ഒരു മാതിരി ചിരിയും.
അവർ നിൽക്കുന്ന ആ സ്ഥലത്തിന്റെ തൊട്ട് താഴെ ഡോഫ്ലംഗോയുടെ ക്ലോണും അവൻ കൺട്രോൾ ചെയ്യുന്ന ബെലമിയും നമ്മുടെ ലൂഫിയെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവസാനം ലൂഫി ആ ക്ലോണിനിട്ട് ഒരൊറ്റ പഞ്ച് കൊടുത്ത് അതിനെ ഇല്ലാതാക്കി. ശേഷം ലൂഫിയെ അറ്റാക്ക് ചെയ്യുന്നത് ബെലമിയാണ്. അതായത് ഡോഫ്ലംഗോ കൺട്രോൾ ചെയ്ത് ലൂഫിയെ അറ്റാക്ക് ചെയ്യിപ്പിക്കുന്ന ബെലമിക്ക് ഡോഫ്ലംഗോയുടെ ക്രൂവിൽ ചേരണം, അവന്റെ ക്രൂവിലെ ഒരു മെമ്പറായിട്ട് മാറി ഡോഫ്ലംഗോയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. ഇങ്ങനെ അവന് ഡോഫ്ലംഗോയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷെ കൊടുത്ത ജോലി ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് അവന് ഡോഫ്ലംഗോയുടെ ക്രൂവിലേക്ക് ചേരാൻ കഴിഞ്ഞില്ല. അവന് ശക്തിയില്ല എന്ന് പറഞ്ഞ് ഡോഫ്ലംഗോ അവനെ ഒഴിവാക്കി. ഇത്രയും കാലം ഡോഫ്ലംഗോയുടെ ക്രൂവിലേക്ക് ചേരണമെന്ന് പറഞ്ഞ് നടന്നിട്ട് ഇപ്പൊ അവസാനം ഒന്നും ഇല്ലാതായിട്ട് മാറി. അതുകൊണ്ട് ബെലമി ഒരു കാര്യം തീരുമാനിച്ചു. അവസാനമായിട്ട് അവന്റെ കഴിവ് തെളിയിക്കുക, അവസാനമായിട്ട് അവന്റെ എല്ലാ ശക്തി ഉപയോഗിച്ച് ലൂഫിയെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കുക. അതിനുവേണ്ടി ബെലമി പണ്ട് ജയ ഐലൻഡിൽ വെച്ച് ലൂഫിയെ എങ്ങനെയാണോ അറ്റാക്ക് ചെയ്തത് അതുപോലെ ഇപ്പോഴും അറ്റാക്ക് ചെയ്യുന്നു. ഇത് കാണുന്ന ലൂഫിക്ക് അവിടെ അവനെ അടിച്ച് താഴെയിടാൻ മനസ്സ് വരുന്നില്ല. ബെലമി അവനെ ഒരുപാട് അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും അവന് വേണ്ടിയിട്ടല്ല. ഇത് മനസ്സിലാക്കുന്ന ലൂഫിക്ക് ആദ്യം അവനെ അറ്റാക്ക് ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും അവനെ അടിച്ച് താഴെയിട്ടേ പറ്റുള്ളൂ. അതുകൊണ്ട് പണ്ട് ലൂഫി എങ്ങനെയാണോ അവനെ അടിച്ചത് അതുപോലെ അവന്റെ അടുത്തേക്ക് അവനെ അറ്റാക്ക് ചെയ്യാൻ എത്തിയ ബെലമിയുടെ മുഖത്തേക്കിട്ട് ലൂഫി കൈ ചുരുട്ടിയ ഒരു ഒറ്റ പഞ്ച്. ഈ ഒരു അവസ്ഥയിൽ ബെലമിയെ അടിക്കേണ്ടി വന്നതിലുള്ള സങ്കടവും ഡോഫ്ലമിംഗോടുള്ള അടങ്ങാത്ത ദേഷ്യവും ഒരുമിച്ച് വരുന്ന ലൂഫി ഡോഫ്ലമിംഗോ എന്ന് പറഞ്ഞ് അലറി വിളിക്കുന്നു. നീ കേറി വാടാ മോനെ മുകളിലേക്ക്, ഞാൻ നിനക്ക് വേണ്ടിയാ കാത്തിരിക്കുന്നേ. ലോ, നീ കൊണ്ടുവന്ന ആളത്ര മോശക്കാരനൊന്നുമല്ല. പക്ഷേ നിന്റെ ഈ ചത്ത ശരീരം കാണുമ്പോ എനിക്കുറപ്പാ അവൻ അത്ഭുതപ്പെടും.